സപ്ലൈസ് ആണ്. റെക്ടിഫയേഴ്സ് ആൻഡ് പവർ സപ്ലൈസിന്റെ ബ്ലോക്ക് ഡയഗ്രം ഡിസ്ക്രിപ്ഷൻ വേണം. അതേപോലെ വർക്കിംഗ് ഓഫ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ വേണം. കപ്പാസിറ്റർ ഫിൽട്ടർ വേണം. വർക്കിംഗ് ഓഫ് സിമ്പിൾ സെനർ വോൾട്ടേജ് റെഗുലേറ്റർ വേണം. ദെൻ ആംപ്ലിഫയർ വേണം. പിന്നെ പബ്ലിക് അഡ്രസ് സിസ്റ്റം വേണം. അതേപോലെ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് വേണം. ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം വേണം. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 5 നമുക്ക് പഠിക്കാനുള്ളത്. ജസ്റ്റ് നമുക്ക് പവർ സപ്ലൈയിലേക്ക് പോവാം. പവർ സപ്ലൈ എന്ന് പറഞ്ഞാല് നമ്മള് AC-നെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. പവർ സപ്ലൈ എന്ന് പറയുന്ന ഡിവൈസ് എന്താ ചെയ്യുന്നത്? AC-നെ DC ആക്കി കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് പവർ സപ്ലൈ. ഓക്കെ, പവർ സപ്ലൈ ഈസ് one kind of electronic circuit designed to provide a stable DC voltage of fixed value across load terminals irrespective of load variation. അതായത് നമുക്ക് വരുന്ന മിക്ക ഇലക്ട്രോണിക് ഡിവൈസിലും DC സോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 230 വോൾട്ട് AC ആയിരിക്കും നമുക്ക് വരുന്ന ഇൻപുട്ട്. ഇങ്ങനെ നമുക്ക് AC-നെ DC ആക്കി എങ്ങനെ AC-നെ DC ആക്കി കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് പവർ സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. പവർ സപ്ലൈ എന്ന് പറഞ്ഞാല് AC-യെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. പവർ സപ്ലൈ എന്ന് പറഞ്ഞാല് AC-യെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസും DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ DC-യിൽ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഇൻപുട്ട് എപ്പോഴും AC ഇൻപുട്ട് ആയിരിക്കും വരുന്നത്. 230 വോൾട്ട് AC ആയിരിക്കും നമ്മുടെ എല്ലാ ഡിവൈസിന്റെയും ഇൻപുട്ട് വരുന്നത്. അപ്പൊ ഈ ഇൻപുട്ടിനെ നമ്മൾ എങ്ങനെ AC ഇൻപുട്ടിനെ നമ്മൾ എങ്ങനെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പവർ സപ്ലൈ പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രം ആണ്. ബ്ലോക്ക് ഡയഗ്രത്തിൽ ഫസ്റ്റ് വരുന്ന ഒരു ട്രാൻസ്ഫോമർ സ്റ്റേജ് ഉണ്ട്, ദെൻ റെക്ടിഫയർ ഉണ്ട്, ദെൻ ഫിൽട്ടർ ഉണ്ട്, ദെൻ റെഗുലേറ്റർ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. നിങ്ങൾ ട്രാൻസ്ഫോമർ ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. സ്റ്റെപ്പ് അതിനകത്ത് തന്നെ ട്രാൻസ്ഫോമർ 2 ടൈപ്സ് ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. അപ്പം ഒന്നെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാം. 230 വോൾട്ട് AC ആണ് ഇൻപുട്ട് ആയി കൊടുക്കുന്നത്. സോ ട്രാൻസ്ഫോമർ ചെയ്യുന്ന സ്റ്റെപ്പ് ഡൗൺ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ 230 AC-നെ വാല്യൂ കുറയ്ക്കാൻ പറ്റും. അതായത് 230 വോൾട്ട് AC ആണ് വരുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ വാല്യൂ കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡിവൈസ് ഉണ്ട്. ഈ ഡിവൈസിന് ഒരു കപ്പാസിറ്റി കാണും, ഇത്ര വോൾട്ട് മാത്രമായിരിക്കും ഇതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിൽ കൂടുതൽ വന്നാലും നമുക്കൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാം. എന്നിട്ട് ആ വോൾട്ടേജിന്റെ വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. അപ്പൊ ട്രാൻസ്ഫോമർ മേ ബി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ റെക്ടിഫയർ സ്റ്റേജ് ആണ്. റെക്ടിഫയർ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മൊഡ്യൂളിൽ റെക്ടിഫയറിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഇപ്പം റെക്ടിഫയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് AC-നെ പൾസേറ്റിംഗ് DC ആക്കുക എന്നുള്ളതാണ് റെക്ടിഫയർ ചെയ്യുന്നത്. AC വരുന്ന AC-നെ, നമുക്ക് വരുന്ന ഇൻപുട്ട് എന്താണ്? AC ആണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഫസ്റ്റ് ഈ ബ്ലോക്കിൽ തന്നെ കണ്ടില്ലേ, സെക്കൻഡ് ബ്ലോക്ക് ഡയഗ്രത്തിൽ നോക്കി, ഇവിടെ ഒരു AC ആണ് ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് കൊടുക്കുന്നത്. ഈ ട്രാൻസ്ഫോമർ എന്താ ചെയ്യുന്നത്? സ്റ്റെപ്പ് ഡൗൺ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അത് എന്താണ്? അതിന്റെ വാല്യൂവിനെ കുറച്ചു. ഇവിടെ വന്നപ്പോ എന്താ ചെയ്യുന്നത്? ഇതിന്റെ വാല്യൂ കുറച്ചിട്ട് റെക്ടിഫയറിലോട്ട് കൊടുത്തു. ഈ റെക്ടിഫയർ ഈ വരുന്ന AC-നെ ഒരു പൾസേറ്റിംഗ് DC ആക്കി മാറ്റി. ഇപ്പം AC-നെ പൾസേറ്റിംഗ് DC ആക്കി മാറ്റുക എന്നുള്ളതാണ് റെക്ടിഫയർ ചെയ്യുന്നത്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ പോസിറ്റീവ് ഹാഫ് സൈക്കിളായും നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ പോസിറ്റീവ് ഹാഫ് സൈക്കിളാക്കിയും മാറ്റുകയാണ് റെക്ടിഫയർ ചെയ്യുന്നത്. അതായത് ഇതാണ് നമ്മുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിള്. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ ഇവിടെ എന്ത് ചെയ്തു? പോസിറ്റീവ് ഹാഫ് സൈക്കിളാക്കി മാറ്റി. അതേപോലെ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ ഇവിടെ എന്താക്കി? ആഫ്റ്റർ റെക്ടിഫിക്കേഷൻ ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളാക്കി തന്നെ മാറ്റി. അപ്പം പോസിറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള ഒരു AC-നെ പോസിറ്റീവ് ഹാഫ് സൈക്കിളാക്കി മാറ്റി. അതേപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള AC-നെ പോസിറ്റീവ് ഹാഫ് സൈക്കിളാക്കി മാറ്റി. സിംപ്ലി നമുക്ക് പറയാൻ പറ്റും, റെക്ടിഫയർ ഇസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് AC into pulsating DC.
ഒരു AC-നെ നമ്മൾ പൾസേറ്റിംഗ് DC ആക്കി കൺവേർട്ട് ചെയ്യാനാണ് റെക്ടിഫയർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ഒരു ട്രാൻസ്ഫോമർ ആയിരുന്നു. ട്രാൻസ്ഫോമറിൽ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറോ യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ആ ബ്ലോക്ക് ഡയഗ്രത്തിന്റെ ഫസ്റ്റ് നമ്മൾ ഒരു AC ഇൻപുട്ട് കൊടുത്തു. ആ ഇൻപുട്ടിനെ ട്രാൻസ്ഫോമറിലോട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ അതിന്റെ വാല്യൂ വോൾട്ടേജ് ലെവൽ കുറച്ചിട്ട് നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടി. ഈ ഔട്ട്പുട്ടിനെ നമ്മൾ എവിടെ കൊടുത്തു? റെക്ടിഫയറിന്റെ ഇൻപുട്ട് ആക്കി കൊടുത്തു. റെക്ടിഫയർ ചെയ്തത് AC-നെ DC ആക്കി, പൾസേറ്റിംഗ് DC ആക്കി കൺവേർട്ട് ചെയ്തു. Okay, then it is given to the output of the rectifier is given to the filter. ഫിൽറ്ററിലോട്ട് കൊടുത്തു. ഫിൽറ്ററിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ആയിരിക്കും ഫിൽറ്ററിൽ നടക്കുന്നത്. അപ്പൊ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഒക്കോർ ചെയ്യുകയാണ് ഫിൽറ്റർ ചെയ്യുന്നത്. അപ്പം ചാർജിങ് ഡിസ്ചാർജിങ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഇങ്ങനെ ഒരു വേവ് അതിന് കിട്ടുന്നത് ബേസിക്കലി ഒരു കപ്പാസിറ്റർ ഫിൽറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഫിൽറ്ററിൽ നമ്മൾ പൾസേറ്റിംഗ് DC-നെ കൊടുക്കുമ്പോൾ ഒരു കപ്പാസിറ്റർ ഫിൽറ്റർ ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. കപ്പാസിറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്? ചാർജ് ചെയ്യുക, ഡിസ്ചാർജ് ചെയ്യുക. അപ്പൊ ചാർജ് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് അവിടെ ഒക്കോർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഒരു DC കിട്ടും. പക്ഷെ അതിനകത്ത് AC റിപ്പിൾസ് കാണും. നിങ്ങൾ ആ ഫിഗർ നോക്കിയ ഔട്ട്പുട്ട്, ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് വരുന്ന സമയത്ത് ഈ പൾസേറ്റിംഗ് DC-യിൽ നിന്ന് കണ്ടോ ചാർജ് ചെയ്യുന്നു. ചാർജ് ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന ടൈമിൽ എന്താണ്? ഇങ്ങനെ ഡിസ്ചാർജിങ് ഒക്കോർ ചെയ്യും. പിന്നെ എന്താണ്? ചാർജിങ് നടക്കുന്നു, ഡിസ്ചാർജിങ് ചെയ്യുന്നു. അപ്പൊ DC കിട്ടുന്നുണ്ട്, പക്ഷെ എന്താണ്? അതിനകത്ത് AC റിപ്പിൾസ് ഉണ്ടാവും. ദെൻ ഇറ്റ് ഈസ് ഈ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് ഒരു റെഗുലേറ്ററിലോട്ട് കൊടുത്തു. റെഗുലേറ്റർ എന്താ ചെയ്യുന്നത്? റെഗുലേറ്റർ ഒരു കോൺസ്റ്റന്റ് DC ആണ് നമുക്ക് തരുന്നത്. ഈ റിപ്പിൾസ് ഒക്കെ മാറ്റിയിട്ട് ഒരു കോൺസ്റ്റന്റ് DC തരുന്നു. അപ്പം ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്ന? ഒരു ട്രാൻസ്ഫോമർ ബ്ലോക്ക് ഉണ്ട്, ദെൻ ഒരു റെക്ടിഫയർ ബ്ലോക്ക് ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്, റെഗുലേറ്റർ ഉണ്ട്. അപ്പം ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാം. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്താൽ നമുക്ക് വരുന്ന ഇൻപുട്ടിനെ 230 വോൾട്ട് AC-നെ നമുക്ക് വാല്യൂ കുറയ്ക്കാൻ പറ്റും. Then it is given to the rectifier stage. ഈ റെക്ടിഫയർ എന്താ ചെയ്യുന്നത്? വരുന്ന AC-നെ പൾസേറ്റിംഗ് DC ആക്കി കൺവേർട്ട് ചെയ്യുന്നു. Then the pulsating DC is given to the filter circuit. ഫിൽറ്റർ ഒരു കപ്പാസിറ്റർ ഫിൽറ്റർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ആണ് കോറി ചെയ്യുന്നത്. സോ ഡ്യൂ ടു ദ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് നമുക്ക് ഒരു DC കിട്ടും വിത്ത് AC റിപ്പിൾസ്. AC റിപ്പിൾസോട് കൂടിയ ഒരു DC കിട്ടും. Then it is given to the regulator. Regulator എന്താ ചെയ്യുന്നത്? കോൺസ്റ്റന്റ് DC ഔട്ട്പുട്ട് കിട്ടും. ഇങ്ങനെയാണ് ഒരു പവർ സപ്ലൈയുടെ വർക്കിംഗ് വരുന്നത്. ഇതാണ് ബേസിക് ബ്ലോക്ക് ഡയഗ്രാം വരുന്നത്. മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യണോ ആർക്കെങ്കിലും? ഇവിടെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണ്. ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് പവർ സപ്ലൈ. ഈ പറഞ്ഞ കാര്യങ്ങൾ നോട്ട്സ് ആയിട്ട് എഴുതിയിരിക്കുകയാണേ. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് പവർ സപ്ലൈ. നമ്മളിവിടെ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളിവിടെ ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്തു. അപ്പൊ അതിനകത്ത് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്തത്. ദെൻ റെക്ടിഫയർ ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഡയോഡാണ്. ഈ ഡയോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു PN ജംഗ്ഷൻ ഡയോഡാണ് റെക്ടിഫയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫിൽറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റർ ഫിൽറ്റർ ആണ്. ഫൈനലി റെഗുലേറ്റർ യൂസ് ചെയ്തു. ഈ റെഗുലേറ്റർ ആയിട്ട് ഒരു സെനർ ഡയോഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഔട്ട്പുട്ട് ഓഫ് ദ റെഗുലേറ്റർ ഈസ് ഗിവൺ ടു ദ ലോഡ്. ഇനി ഓരോ ബ്ലോക്കിന്റെയും ഫംഗ്ഷൻ പറയുവാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോയി. ട്രാൻസ്ഫോമർ എന്ന് വെച്ചാൽ ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ. യൂഷ്വലി സ്റ്റെപ്പ് ഡൗൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദ സപ്ലൈ വോൾട്ടേജ് ആസ് പെർ നീഡ്സ്. അതായത് നമുക്ക് വരുന്ന സപ്ലൈ വോൾട്ടേജിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വോൾട്ടേജ് കൂട്ടണമെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും വോൾട്ടേജ് കുറയ്ക്കണമെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാം.
റെക്ടിഫയർ ആയിട്ട് ഒരു ഡയോഡാണെങ്കിൽ യൂസ് ചെയ്യുന്നത്, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ചാർജിങ്ങിനും ഡിസ്ചാർജിങ്ങിനും വേണ്ടിയിട്ടാണ് ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്. അതൊരു കപ്പാസിറ്റർ ഫിൽട്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഫൈനൽ സ്റ്റേജ് ഒരു റെഗുലേറ്റർ ആണ്. നെക്സ്റ്റ് പോർഷൻ പോകുന്നത് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിലോട്ടാണ്. ആർക്കെങ്കിലും പവർ സപ്ലൈയുടെ ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം. ഓക്കെ, അപ്പം ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിലോട്ട് പോവാം. ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് കണ്ടല്ലോ. ഇപ്പൊ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൽ മെയിൻ ആയിട്ട് നമ്മൾ 4 ഡയോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഡയോഡ് D1 ഉണ്ട്, D2 ഉണ്ട്, D3 ഉണ്ട്, D4 ഉണ്ട്. ഈ 4 ഡയോഡ്സ് നമ്മൾ ഒരു ബ്രിഡ്ജ് ഫോമിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ നമ്മൾ ഇതിനെ ആ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് വിളിക്കുന്നത് തന്നെ ഈ 4 ഡയോഡ്സ് ഒരു ബ്രിഡ്ജ് ഫോമിൽ കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആയ ഒരു വേവ് ഫോം ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ഹാഫ് സൈക്കിളും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആയിരിക്കും. ഇതിന്റെ ഈ വേവ് ഫോം ഫുൾ ഒരു കംപ്ലീറ്റ്ലി പോസിറ്റീവ് ഹാഫ് സൈക്കിളിലായിരിക്കും കിട്ടുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് ഒരു ട്രാൻസ്ഫോമർ ആണ് വരുന്നത്. ഫിഗർ കണ്ടല്ലോ, ഒരു ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ദെൻ ഇതിന് ഒരു ഇവിടെ നമ്മളൊരു P എന്ന് പറഞ്ഞൊരു പോയിന്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ട്രാൻസ്ഫോമറിന്റെ ഒരു ഇൻറ്റ് Q എന്നും നോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിന് 4 ഡയോഡ്സ് ആണ് ഉള്ളത്. D1 ഉണ്ട്, D2 ഉണ്ട്, D3 ഉണ്ട്, D4 ഉണ്ട്. ഓക്കെ, ഇത് ഒരു ബ്രിഡ്ജിന്റെ രീതിയിൽ കണക്ട് ചെയ്തിട്ടുമുണ്ട്. ഇതിന്റെ പൊളാരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മള് ഇതിന്റെ ഈ ഡയോഡ്സിന്റെ പോസിറ്റീവ് നെഗറ്റീവ് അറിയാലോ. ദിസ് പാർട്ട് ഈസ് നെഗറ്റീവ് ആൻഡ് ദിസ് വൺ ഈസ് പോസിറ്റീവ്. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ AB എന്ന് പറഞ്ഞ് ഈ ഡയോഡ്സിനെ കണക്ട് ചെയ്തിട്ട് 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. A എന്ന് പറയുന്നത് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ദെൻ ബിയിൽ നിന്ന് നമ്മൾ ഒരു ലോഡ് റെസിസ്റ്റർ RL കൊടുക്കുന്നു. ഈ RL നിക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് എടുക്കുന്നു. RL നിക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് എടുക്കുന്നു. അപ്പം ഇനി നമ്മൾ ഇതിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുവാണ്. അപ്പൊ ആദ്യം ഇതൊന്ന് നോക്കാം. ഇറ്റ് കണ്ടൈനിങ് 4 diodes D1, D2, D3, D4 connected to form a bridge as shown in figure. The AC supply to be rectified is applied to diagonally opposite ends of the bridge through the transformer. അപ്പൊ എവിടെയാണ് AC സപ്ലൈ കൊടുക്കുന്നത്? ഈ Pക്കും Qവിനും എക്രോസ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? AC സപ്ലൈ കൊടുക്കുന്നു. Between other 2 ends of the bridge, the load resistor RL is connected. ബിയിൽ നിന്ന് നമ്മൾ ലോഡ് റെസിസ്റ്റർ RL കണക്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ ആണ് പറയുന്നത്. ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുമ്പോൾ എന്താ? During the positive half cycle of the secondary voltage, the NP of the secondary winding become positive and NQ become negative. Positive half cycle എടുക്കുന്ന സമയത്ത് ഈ P എന്ന് പറയുന്ന പോർഷൻ പോസിറ്റീവും Q എന്ന് പറയുന്നത് എന്താവും? നെഗറ്റീവും ആയിരിക്കും. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതായത് P എന്ന് പറയുന്നത് പോസിറ്റീവും Q എന്ന് പറയുന്നത് നെഗറ്റീവും ആയിരിക്കും. അപ്പം ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളില് നമുക്ക് പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യുകയും നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് അല്ലെ? പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നു, അതേപോലെ നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ ഇതെന്തായിരിക്കും? ദിസ് മേക്സ് ഡയോഡ് D1 ആൻഡ് D3 ഫോർവേഡ് ബയാസ്ഡ്. ഈ D1 ഈ ഡയഗ്രത്തിൽ നിന്ന് ഈ D1ഉം D3യും ഫോർവേഡ് ബയാസിലായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ D2ഉം D4ഉം റിവേഴ്സ് ബയാസിലായിരിക്കും. എന്താണ് ഫോർവേഡ് ബയാസ്? ഫോർവേഡ് ബയാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും പറയാമോ? വാട്ട് ഈസ് ഫോർവേഡ് ബയാസ്?
എന്താണ് ഫോർവേഡ് ബയാസ്? ബാറ്ററിയുടെ പോസിറ്റീവും ഡയോഡിന്റെ പോസിറ്റീവും തമ്മിൽ, അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജിന്റെ പോസിറ്റീവും ഈ പി പോസിറ്റീവ് അല്ലേ, പോസിറ്റീവും ഡയോഡിന്റെ പോസിറ്റീവും തമ്മിൽ കണക്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് ഫോർവേഡ് ബയാസ്. ഓക്കെ, നെഗറ്റീവും ഡയോഡിന്റെ നെഗറ്റീവും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർവേഡ് ബയാസ്. അതുപോലെ തന്നെ ബാറ്ററിയുടെ പോസിറ്റീവും ഡയോഡിന്റെ നെഗറ്റീവും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? റിവേഴ്സ് ബയാസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കിയേ, നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുന്നു. അപ്പൊ പി എന്താണ്? പോസിറ്റീവ് ആണ്. ക്യൂ എന്താണ്? നെഗറ്റീവ് ആണ്. സോ ഡയോഡ് D1ഉം D3യും ഫോർവേഡ് ബയാസിലാണ്. സോ അത് കണ്ടക്ട് ചെയ്യും. അതുപോലെ D2ഉം D4ഉം റിവേഴ്സ് ബയാസിലും ആയിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫോർവേഡ് ബയാസിൽ D1ഉം D3യും മാത്രമേ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുന്നു. അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് പോസിറ്റീവും ക്യൂ എന്ന് പറയുന്നത് നെഗറ്റീവുമാണ്. അപ്പോൾ ഡയോഡ് D1ഉം D3യും ഫോർവേഡ് ബയാസിലും D2ഉം D4ഉം റിവേഴ്സ് ബയാസിലുമാണ്. അപ്പൊ രണ്ട് ഡയോഡ് മാത്രമേ ഇവിടെ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ഏതൊക്കെയാണ്? ഡയോഡ് D1ഉം D3യും കണ്ടക്ട് ചെയ്യുന്നു. ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുവാണ്. അപ്പൊ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുന്ന ടൈമില് എടുക്കുന്ന സമയത്ത് ഡയോഡ് D2ഉം D4ഉം ഫോർവേഡ് ബയാസ് ആവും. ഡയോഡ് D2ഉം D4ഉം എന്താവും? ഫോർവേഡ് ബയാസ് ആവും. അതുപോലെ ഡയോഡ് D1ഉം D3യും റിവേഴ്സ് ബയാസിലാവും. അപ്പം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവുമ്പോഴത്തേക്ക് D4ഉം D2ഉം കണ്ടക്ട് ചെയ്യും. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്തൊക്കെയാ കണ്ടക്ട് ചെയ്യുന്നത്? ഡയോഡ് D1 ആൻഡ് D3. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ D2ഉം D4ഉം കണ്ടക്ട് ചെയ്യും. അപ്പൊ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും രണ്ട് ഡയോഡ് വെച്ച് കണ്ടക്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് ഇല്ലേ? അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് വേണ്ട ഔട്ട്പുട്ട് വേവ് ഫോം ഇങ്ങനെ വരും. നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നു. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് D1ഉം D3യും കണ്ടക്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വേവ് കിട്ടും ഔട്ട്പുട്ട്. ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്? D2ഉം D4ഉം കണ്ടക്ട് ചെയ്ത് എഗെയിൻ നമുക്ക് എന്താണ്? ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ തന്നെ വേവ് കിട്ടും. അതേപോലെ എഗെയിൻ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ D1ഉം D3യും കണ്ടക്ട് ചെയ്യുന്നു. അപ്പം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D1ഉം D3യും കണ്ടക്ട് ചെയ്യും. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ D2ഉം D4ഉം കണ്ടക്ട് ചെയ്യും. നമുക്ക് കംപ്ലീറ്റ് നമുക്ക് എന്താ കിട്ടുന്നത്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് ബ്രിഡ്ജ് റെക്ടിഫയർ പറയുന്നത്. അപ്പം ഈ ഇൻപുട്ട് കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. അപ്പം മനസ്സിലായോ? ഒരു കമ്പാരിസൺ ആണ് പറയുന്നത്. ഇതിനകത്ത് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്തായാലും എക്സാമിന് ചോദിക്കാൻ പറ്റിയ കുറെ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്ന് കിട്ടും നമുക്ക്. കമ്പാരിസൺ ഓഫ് റെക്ടിഫയേഴ്സ് എന്ന് പറഞ്ഞത് ഹാഫ് വേവ്, ഫുൾ വേവ് തന്നെ 2 ടൈപ്സ് റെക്ടിഫയേഴ്സ് ഉണ്ട്. ബ്രിഡ്ജ് റെക്ടിഫയറും ഉണ്ട്, ഫുൾ വേവ് സെന്റർ ടാപ്പ് റെക്ടിഫയറും ഉണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് മേ ബി ചോദിക്കാം. റിപ്പിൾ ഫാക്ടർ ഓഫ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ എത്രയാണെന്ന് ക്വസ്റ്റ്യന് ചോദിക്കാം. അപ്പൊ നമുക്ക് 0.48 ആണ്. അപ്പം ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരണം. ആദ്യം പറയുന്നത് നമ്പർ ഓഫ് ഡയോഡ്സ് ആണ്. നമ്പർ ഓഫ് ഡയോഡ്സ് ഹാഫ് വേവ് റെക്ടിഫയർ ഇതാണ്. ഹാഫ് വേവ് റെക്ടിഫയറിനകത്ത് നമ്പർ ഓഫ് ഡയോഡ്സ് ഒരെണ്ണമാണ് ഉള്ളത്. സോ 1. ഇനി സെന്റർ ടാപ്ഡ് റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സെന്റർ ടാപ്ഡ് റെക്ടിഫയറിൽ നമ്പർ ഓഫ് ഡയോഡ്സ് 2 ആണ്. ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൽ വരുമ്പോൾ എത്രയാണ്? 4 ആണ് നമ്പർ ഓഫ് ഡയോഡ്സ്. ട്രാൻസ്ഫോമർ നെസസറി ആണോ എന്നുള്ളത്. ഹാഫ് വേവിനകത്ത് ട്രാൻസ്ഫോമർ നെസസറി അല്ല. ഫുൾ വേവ് സെന്റർ ടാപ്പിനകത്ത് ട്രാൻസ്ഫോമർ നെസസറി ആണ്. ബ്രിഡ്ജിനകത്ത് ട്രാൻസ്ഫോമർ നെസസറി അല്ല. ദെൻ മാക്സിമം എഫിഷ്യൻസി ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ 40.6 ആണ്. അതേപോലെ സെന്റർ ടാപ്പിന് 81.2 ആണ്. ബ്രിഡ്ജിനും 81.2 ആണ്. അപ്പൊ ഫുൾ വേവ് റെക്ടിഫയറിന്റെ രണ്ടിന്റെയും എഫിഷ്യൻസി എന്താണ്? 81.2ഉം ഹാഫ് വേവിന്റെ 40.6 ആണ് വരുന്നത്. റിപ്പിൾ ഫാക്ടർ വരുന്ന ടൈമിൽ 1.21 ആണ് ഹാഫ് വേവിൻ്റെത്. ഫുൾ വേവിൻ്റെത് 0.48 ആണ്. രണ്ടിനും ഒരേ വാല്യൂ ആണ്. സെന്റർ ടാപ്പിനും ബ്രിഡ്ജിനും ഒരേ വാല്യൂ ആണ് 0.48. ദെൻ ഔട്ട്പുട്ട് ഫ്രീക്വൻസി F in
അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി വരുന്നത് FM വരുന്നുണ്ട്, ഇവിടെ 2FM വരുന്നുണ്ട്, ഇവിടെ 2FM വരുന്നുണ്ട്. അല്ലെങ്കിൽ F in അതായത് ഫ്രീക്വൻസിയുടെ ഡബിൾ ആയിരിക്കും. അതായത് ഹാഫ് വേവിൽ F ആണ് ഫ്രീക്വൻസി എങ്കിൽ സെന്റർ ടാപ്പിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി വരുന്നത് 2F ആയിരിക്കും, ബ്രിഡ്ജിലും വരുന്നത് 2F ആയിരിക്കും. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് വരുന്നത് VM ആണ്. ഇവിടെ മാത്രമേ ഉള്ളൂ ഈ സെന്റർ ടാപ്പിനും ബ്രിഡ്ജും തമ്മിലൊരു ഡിഫറൻസ് വരുന്നത്. സെന്റർ ടാപ്പിന് 2VM ഉം ബ്രിഡ്ജിന് VM ഉം ആണ് ഇവിടെ വരുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്നൊരു 2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യണോ ആർക്കെങ്കിലും? ബ്രിഡ്ജ് റെക്ടിഫയറും കമ്പാരിസണും റിപ്പീറ്റ് ചെയ്യണോ? ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് കപ്പാസിറ്റർ ഫിൽട്ടർ ആണ്. കപ്പാസിറ്റർ ഫിൽട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ കപ്പാസിറ്റർ മാത്രമാണ് നമ്മൾ കപ്പാസിറ്റർ. അപ്പൊ പവർ സപ്ലൈയിൽ നമ്മൾ പഠിച്ച ആദ്യ ബ്ലോക്ക് ഡയഗ്രാം ഒരു ട്രാൻസ്ഫോമർ ആയിരുന്നു. ട്രാൻസ്ഫോമർ കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച എന്തായിരുന്നു? ഫസ്റ്റ് നമ്മൾ പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രാം എടുക്കും. ബ്ലോക്ക് ഡയഗ്രാം എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ച എന്തായിരുന്നു? ഒരു ട്രാൻസ്ഫോമർ ആയിരുന്നു. ദെൻ റെക്ടിഫയർ പഠിച്ചു. അപ്പൊ നമ്മളിവിടെ ബ്രിഡ്ജ് റെക്ടിഫയർ നോക്കി. ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഈ ബ്രിഡ്ജ് റെക്ടിഫയർ കഴിഞ്ഞിട്ട് നമുക്കൊരു ഫുൾ വേവ് ഇങ്ങനെയുള്ള ഒരു വേവ് ഫോം കിട്ടി. ഈ ഫുൾ വേവ് ഫോമിനെ, അതായത് ഈ ഒരു വേവ് ഫോം ആണ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട്. ഈ വേവ് ഫോമിനെയാണ് ഈ വേവിനെ നമ്മൾ എന്തിലോട്ട് കൊടുക്കുന്നു? ഫിൽട്ടറിലോട്ട് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് സ്റ്റേജ് നമ്മൾ പറയുന്നത് ഫിൽട്ടർ ആണ്. അപ്പൊ ഫിൽട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കപ്പാസിറ്റർ ഫിൽട്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് ഒരു കപ്പാസിറ്റർ മാത്രമേ നമ്മൾ ഇവിടെ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം ഈ റെക്ടിഫൈ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ഫുൾ വേവ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കിട്ടുന്ന ഈ ഫുൾ വേവ് ഔട്ട്പുട്ട്, ഇത് എന്തിന്റെ ഇൻപുട്ട് ആയിട്ട് പോവും? ഫിൽട്ടറിന്റെ ഇൻപുട്ട് ആയിട്ട് പോകും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ആണ് ഇതിന്റെ ഇൻപുട്ട് ആയിട്ട് പോകുന്നത്. ഓക്കെ, ഈ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ഫിൽട്ടറിന്റെ ഇൻപുട്ട് ആയിട്ട് പോകും. കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനുമുള്ള ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് ഉണ്ട്. അതായത് കപ്പാസിറ്ററിന്റെ ഫംഗ്ഷൻ എന്തുവാ? ചാർജ് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് കപ്പാസിറ്റർ ചെയ്യും. ഇപ്പൊ ഫസ്റ്റ് കപ്പാസിറ്റർ മാക്സിമം ചാർജ് ചെയ്യും. മാക്സിമം കപ്പാസിറ്റർ എന്ത് ചെയ്യും? കപ്പാസിറ്റർ മാക്സിമം ചാർജ് ചെയ്യും. ഓക്കെ, ചാർജ് ചെയ്തിട്ട് എന്താണ്? കപ്പാസിറ്റർ ചാർജ് ചെയ്ത് മാക്സിമം എത്തി. ഇതാണ് കപ്പാസിറ്റർ ചാർജ് ചെയ്ത് മാക്സിമം എത്തി ഇവിടെ. ദെൻ ഇതെന്ത് ചെയ്യും? സ്റ്റാർട്ടഡ് ഡിസ്ചാർജിങ്. ഡിസ്ചാർജ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ എന്താണ്? ഇവിടം വരെ എത്തി. ഇവിടം വരെ എത്തിക്കഴിയുമ്പോൾ അഗെയിൻ ഇറ്റ് സ്റ്റാർട്ടഡ് ചാർജിങ്. പിന്നെ ഇത് ചാർജ് ചെയ്യാൻ തുടങ്ങും. പിന്നെയും മാക്സിമം എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇത് എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. പിന്നെയും അഗെയിൻ ചാർജ് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ വേവ് ഫോം ഇങ്ങനെയാ വരുന്നത്. ഇപ്പൊ ഇവിടെ ഒരു 0യിൽ നിന്ന് ഇവിടെ ഒരു 10 വരെയാണ്. ഇതിന്റെ വാല്യൂ വരുന്നത് 10 വരെയാണ്. എന്ന ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. 0 to 10 വരെയാണ് ഈ വേവിന്റെ ഫസ്റ്റ് ഔട്ട്പുട്ട് നമുക്ക് വരുന്ന വോൾട്ടേജ് ലെവല്. 0 to 10 വരെ വന്നു. ഈ 10 വരെ വന്നിപ്പോ ഇത് എന്താണ്? കപ്പാസിറ്റർ മാക്സിമം ചാർജ് ചെയ്തു. അപ് ടു 10-ലായപ്പോ കപ്പാസിറ്റർ മാക്സിമം ചാർജ് ചെയ്തു. ദെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ഡിസ്ചാർജിങ്. ഇത് ഡിസ്ചാർജ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 8 വരെ ഡിസ്ചാർജ് ചെയ്തു. അപ്പൊ ഈ വാല്യൂ ഞാൻ ഒരു 8 എന്ന് നോട്ട് ചെയ്യാമേ. ഈ വാല്യൂ ഒരു 8 എന്ന് നോട്ട് ചെയ്തു. ഓക്കെ, 8 വരെ എത്തി. 8 വരെ എത്തിയപ്പോഴത്തേക്ക് ഇത് ഡിസ്ചാർജ് ചെയ്തു. അപ്പൊ പിന്നെയും ഇതെന്ത് ചെയ്യുന്നു? കപ്പാസിറ്റർ സ്റ്റാർട്ടഡ് ചാർജിങ്. പിന്നെയും ഇവിടെ 10 വരെ എത്തി. Then again it started discharging. Again 8 വരെ എത്തി. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? അതായത് 0 to 10 എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ നമ്മൾ 10 to 8 എന്നുള്ള ഫോമിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും, ഇല്ലേ? അതായത് നമുക്ക് ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ഇൻപുട്ട് ആയിരുന്നു നമുക്ക് എവിടെ കൊടുത്തതു? ഫിൽട്ടറിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. അതായത് റെക്ടിഫൈഡ് കിട്ടി ഇങ്ങനെ ഒരു ഇൻപുട്ട് നമ്മൾ കപ്പാസിറ്ററിന്റെ ഫിൽട്ടറിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. അപ്പൊ കപ്പാസിറ്റർ ഹാസ് ദ പ്രോപ്പർട്ടി ടു ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്. ഇപ്പൊ ചാർജ് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഫിഗറിൽ തന്നെ കാണിച്ചു തരാം. കപ്പാസിറ്റർ ഇങ്ങനെ ഒരു വേവ് ആയിരുന്നു നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തത്. ദെൻ കപ്പാസിറ്റർ ഇത് 0 ആണ്, ഇത് 10 ആണ്. കപ്പാസിറ്റർ ഫസ്റ്റ് 0 to 10 വരെ ചാർജ് ചെയ്തു. എന്നിട്ട് ഇത് ഡിസ്ചാർജ് ചെയ്തു. അതായത് 8-ലെത്തി. ദെൻ ഇതൊരു എക്സാമ്പിൾ ആണ്, 0 8 വെച്ച് പറഞ്ഞു തരുന്നത് കേട്ടോ. ദെൻ ഇത് അഗെയിൻ ചാർജ് ചെയ്ത് 10-ലെത്തി. ദെൻ ഇത് ഡിസ്ചാർജ് ചെയ്ത് 8-ലെത്തി. ചാർജ് ചെയ്തു, ഡിസ്ചാർജ് ചെയ്തു, ഇങ്ങനെ പോയി. അതായത് ഇങ്ങനെയുള്ള ഈ ബ്ലൂ കളർ ലൈൻ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ഒരു വേവിനെ നമ്മൾ എന്താക്കി? ഈ ഒരു ഫോമിലോട്ട് മാറ്റി. ഇതാണ്
എന്ത് ചെയ്യുന്നത്, കപ്പാസിറ്റർ ഫിൽട്ടർ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതായത് മാക്സിമം വോൾട്ടേജിൽ എത്തിയിട്ട് വോൾട്ടേജ് കുറയുമ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുവാണ് ചെയ്യുന്നത്. ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഇങ്ങനെ ഒക്കോർ ചെയ്യുന്നത് കാരണം ഒരു ഇനിഷ്യൽ കേസിൽ നമ്മൾ ഒരു ലാർജ് വോൾട്ടേജ് റേഞ്ചിനെ ചെറിയ വോൾട്ടേജ് റേഞ്ച് ആക്കി മാറ്റുക എന്നുള്ളതാണ് കപ്പാസിറ്റർ ഫിൽട്ടർ ചെയ്യുന്നത്. അതായത് ഒരു ലാർജ് വോൾട്ടേജ് റേഞ്ച്, ഫോർ എക്സാമ്പിൾ 0 to 8 എന്നുള്ളതിനെ മാറ്റി നമ്മൾ 10 to 8 അല്ലെങ്കിൽ 8 to 10 എന്നുള്ള ഒരു റേഞ്ചിലോട്ട് നമ്മൾ മാറ്റി. അതായത് ഒരു ലാർജ് വോൾട്ടേജ് റേഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്മോൾ, ഒരു ചെറിയ വോൾട്ടേജ് റേഞ്ച് ആക്കി മാറ്റി എന്നുള്ളതാണ് കപ്പാസിറ്റർ ഫിൽട്ടർ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഞാൻ വരച്ച ഫിഗർ ആണ് താണ്ട് ഇവിടെ, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ആദ്യം നമുക്ക് ഈ ഡോട്ടഡ് ലൈൻ ഉണ്ടല്ലോ, അത് കാണിച്ചിരിക്കുന്നത് നമ്മുടെ എന്താ ആക്ച്വൽ ഔട്ട്പുട്ട് ആണ്. അതിനകത്ത് നമുക്ക് ഒരു മാക്സിമം വോൾട്ടേജ് VM ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ആഫ്റ്റർ നമ്മൾ കപ്പാസിറ്റർ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് എടുക്കുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു വേവ് ആണ്. 0 to A, A to B, B to C, C to D, D to E, E to F, F to G. അതായത് അതായത് ഇത്രയും വലിയ ഒരു വോൾട്ടേജ് റേഞ്ചിനെ നമ്മൾ എന്താക്കി മാറ്റി, ഇത്രയും ചെറിയ ഒരു വോൾട്ടേജ് റേഞ്ച് ആക്കി മാറ്റി. നെക്സ്റ്റ് അതിന്റെ ഫിഗർ കാണിച്ചിരിക്കുവാണ്, ജസ്റ്റ് ഒന്ന് നോക്ക്. ഇനി നമ്മള് ഫിൽട്ടർ കഴിഞ്ഞിട്ട് നമ്മൾ റെഗുലേറ്റർ ആയിരുന്നു നമ്മുടെ പവർ സപ്ലൈയുടെ നെക്സ്റ്റ് സ്റ്റേജ് വന്നത്. എന്താണ് റെഗുലേറ്റർ? നമ്മൾ റെഗുലേറ്റർ ആയിട്ട് ഇവിടെ ഒരു സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആണ് റെഗുലേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് സെനർ ഡയോഡ് എന്താണെന്ന് നോക്കാം. എന്താണ് സെനർ ഡയോഡ്? സെനർ ഡയോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓർഡിനറി PN ജംഗ്ഷൻ ഡയോഡ് ആണ്. സെനർ ഡയോഡ് ഈസ് ആൻ ഓർഡിനറി PN ജംഗ്ഷൻ ഡയോഡ്. ഒരു PN ജംഗ്ഷൻ ഡയോഡ് ആണ് സെനർ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് ഇത് വർക്ക് ചെയ്യുന്നത് റിവേഴ്സ് ബയാസിലാണ്. ഞാൻ പറഞ്ഞു ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഫോർവേഡ് ബയാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവും കൂടെ കണക്ട് ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫോർവേഡ് ബയാസ് എന്ന് പറയാൻ പറ്റും. നെഗറ്റീവൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫോർവേഡ് ബയാസ് എന്ന് പറയാൻ പറ്റും. പോസിറ്റീവും നെഗറ്റീവൂടെ ആണെങ്കിൽ റിവേഴ്സ് ബയാസ് ആയിരിക്കും. അപ്പം നമ്മളിവിടെ പറയുന്നത് സെനർ ഡയോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഡിനറി PN ജംഗ്ഷൻ ഡയോഡാണ്. ഇത് വർക്ക് ചെയ്യുന്നത് റിവേഴ്സ് ബയാസിലാണ്. ഓക്കെ, അപ്പൊ റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഡിനറി PN ജംഗ്ഷൻ ഡയോഡാണ് സെനർ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെനർ ഡയോഡ് ഈസ് ഒരു ഓർഡിനറി PN ജംഗ്ഷൻ ഡയോഡാണ്. ഇത് വർക്ക് ചെയ്യുന്നത് റിവേഴ്സ് ബയാസിലാണ്. ഇതിന്റെ VI ക്യാര കിട്ടണമെങ്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഒരു ചെറിയ കറണ്ട് കിട്ടും. അതിന്റെ VI ക്യാരയുടെ ഫിഗർ ഉണ്ട്, നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് VI ക്യാര. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഒരു പ്ലോട്ടാണ് സെനർ ഡയോഡിന്റെ. ഈ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള പ്ലോട്ടില് നോക്കി. അപ്പം ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണ്, പോസിറ്റീവും ആണ്. അപ്പൊ എന്താണ്, ഫോർവേഡ് ബയാസ് ആണ്. അപ്പം ഇതിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും ആണ്. പോസിറ്റീവും നെഗറ്റീവും എടുക്കുന്ന സമയത്ത്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുന്ന സമയത്ത് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ്, ഒരു ചെറിയ കറണ്ട് ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുന്ന ടൈമില്, അതായത് ഇതാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലേ, ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിള്, ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിള്. ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളില് ചെറിയൊരു കറണ്ട് അല്ലേ, ഒരു ചെറിയ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. കണ്ടോ, ചെറിയ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ, ഇവിടെ വോൾട്ടേജ് കൂടിക്കൊണ്ടേ ഇരിക്കുവാണ്, അപ്പൊ ചെറിയ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എടുക്കുന്ന ടൈമിൽ, അതായത് ഈ VZ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എടുക്കുന്ന സമയത്ത് കറണ്ട് എന്താണ്, പെട്ടെന്ന് സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഗ്രാജുവലി എന്ത് ചെയ്യുന്നു, കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ. ഓക്കെ, അപ്പം ഇതാണ് ഈ
സെനർ ഡയോഡിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ്, വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് ഇത് കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? റിവേഴ്സ് ബയാസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത് റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യുന്നതാണ് സെനർ ഡയോഡ് എന്ന് കാണിക്കാനാണ് ഞാൻ ഈ VI ക്യാരക്ടറിസ്റ്റിക്സ് കാണിച്ചത്. നമുക്കൊന്ന് നോക്കാം ആദ്യം തൊട്ട്. The Zener diode voltage regulator. Zener diode can be used as a voltage regulator to provide a constant voltage from the source whose voltage may vary over sufficient range. Okay. നമുക്ക് വോൾട്ടേജിന് ഉണ്ടാവുന്ന എന്ത് വേരിയേഷൻ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഔട്ട്പുട്ടിനെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്നു. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബേസിക് വോൾട്ടേജ് റെഗുലേറ്റർ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ട്രാൻസ്ഫോമർ കാണും, ഒരു റെക്ടിഫയർ, ഫിൽട്ടർ, ദെൻ സെനർ ഡയോഡ്. അപ്പൊ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് ആണ് സെനർ ഡയോഡിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സെനർ ഡയോഡിന്റെ പോസിറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും സെനർ ഡയോഡിന്റെ നെഗറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും കണക്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് നമ്മൾ എന്താ കണക്ട് ചെയ്യുന്നത്? അവിടെ റിവേഴ്സ് ബയാസ് ആണ് കണക്ട് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് ബയാസിൽ യൂസ് ചെയ്യുന്ന ഒരു ഡയോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ 12 വോൾട്ട് നമ്മൾ സെനർ ഡയോഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ 13 വോൾട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്തെന്നിരിക്കട്ടെ, പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് ഒരു 12 വോൾട്ട് സെനർ ഡയോഡ് ആണ് ഇരിക്കുന്നത്. ഔട്ട്പുട്ട് എന്തായിരിക്കും? 12 വോൾട്ടേ വരത്തുള്ളൂ. ഈ 1 വോൾട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ കുറയ്ക്കും. ഈ 1 വോൾട്ട് എവിടെയാണ് കുറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഈ റെസിസ്റ്റർ കണ്ടില്ലേ? ഈ റെസിസ്റ്റർ കണ്ടില്ലേ? ഈ 1 വോൾട്ട് എവിടെയാ കുറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡ്രോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു 13 വോൾട്ട് ഒരു ഇൻപുട്ട് കൊടുത്തു. സെനർ ഡയോഡ് എന്താണ്? ഒരു 12 വോൾട്ട് സെനർ ഡയോഡാണ് നമുക്ക് ഉള്ളത്. നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് 12 വോൾട്ട് ആയിരിക്കും. ഈ 13 വോൾട്ടിൽ നിന്ന് 1 വോൾട്ട് എവിടെ പോകും? ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആവും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു 14 വോൾട്ട് കൊടുത്താൽ 2 വോൾട്ട് ഇവിടെ ഡ്രോപ്പ് ആവും. ഒന്നുകൂടെ പറഞ്ഞു തരാം. എന്താണ് സെനർ ഡയോഡ്? എന്താണ് ഒരു സെനർ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡിനറി PN ജംഗ്ഷൻ ഡയോഡ് ആണ്. ഇത് വർക്ക് ചെയ്യുന്നത് റിവേഴ്സ് ബയാസിലാണ്. ഇതിന്റെ VI ആര നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചിട്ട് ഒരു ചെറിയ കറണ്ട് കിട്ടും. ഒരു സ്പെസിഫിക് വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? വോൾട്ടേജ് കൂടില്ല. പിന്നെ വോൾട്ടേജ് കൂടാതെ കറണ്ട് എന്തായിരിക്കും? ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും. ബേസിക് വോൾട്ടേജ് റെഗുലേറ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ട്രാൻസ്ഫോമർ കാണും, ഒരു റെക്ടിഫയർ കാണും, അതേപോലെ ഒരു ഫിൽട്ടർ കാണും, സെനർ ഡയോഡ് കാണും. ഇപ്പൊ ഫിൽട്ടറിന്റെ ഔട്ട്പുട്ടാണ് നമ്മൾ സെനർ ഡയോഡിലോട്ട് കണക്ട് ചെയ്യുന്നത്. സെനറിന്റെ പോസിറ്റീവ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും കണക്ട് ചെയ്യും. സെനറിന്റെ നെഗറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും കണക്ട് ചെയ്യുന്നു. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഒരു റിവേഴ്സ് ബയസ്ഡ് ഡയോഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ ഈ വോൾട്ടേജ് റേഞ്ച് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 12 വോൾട്ടിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണെങ്കിൽ 12 വോൾട്ടിന് മുകളിൽ ഒരു ഇൻപുട്ട് വോൾട്ടേജ് വന്നാൽ നമ്മുടെ ഡിവൈസ് എന്ത് ചെയ്യുന്നുണ്ട്? 13 വോൾട്ട്. ഇപ്പൊ 12 വോൾട്ടിലാണ് ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. ഒരു ഇലക്ട്രോണിക് ഡിവൈസ് വർക്ക് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 വോൾട്ട് ആണ്. അപ്പൊ ഈ 12 വോൾട്ടിന് പകരം ഞാൻ 14 വോൾട്ട് ആണ് ഇൻപുട്ട് കൊടുത്തതെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡിവൈസ് ഡാമേജ് ആയി പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വോൾട്ടേജിനെ ഡ്രോപ്പ് ചെയ്യുന്നത്, വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നത്. ഹയർ ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആവും. ലോവർ വോൾട്ടേജ് ആണ് വരുന്നതെങ്കിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തില്ല. ഓക്കെ, ഇതാണ് വർക്കിംഗ് ഓഫ് എ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിപ്പീറ്റ് ചെയ്യണോ? സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ റിപ്പീറ്റ് ചെയ്യണോ ആർക്കെങ്കിലും? നെക്സ്റ്റ് പോർഷനിലോട്ട് പോവാം. സൗണ്ട് കുറച്ച് വെക്കാൻ പറ ടിവിയുടെ. നെക്സ്റ്റ് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം.
പബ്ലിക് അഡ്രസ് സിസ്റ്റം ആണ് നെക്സ്റ്റ് പറയുന്നത്. പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ഒരു ഹ്യൂമൻ വോയിസ് ആംപ്ലിഫൈ ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് ലൗഡ് സ്പീക്കർ വഴി ഡെലിവർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു ഹ്യൂമൻ വോയിസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആംപ്ലിഫൈ ചെയ്ത് ബൂസ്റ്റ് ചെയ്തിട്ട് ലൗഡ് സ്പീക്കർ വഴി പബ്ലിക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഡെലിവർ ചെയ്യുന്നു. ഇതിനെയാണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ വോയിസ് ആണ്. അതിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്തിട്ട് ഡിഫറെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, സിമ്പിൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ഒരു പൊതുവേദിയിൽ നമ്മൾ പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു അനൗൺസ്മെന്റ് നമ്മൾ ചെയ്യുന്നു. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഒരു ഓഡിറ്റോറിയത്തിൽ നമ്മൾ സംസാരിക്കുന്നു, അതിനെയൊക്കെ എന്ത് പറയുന്നു, നമ്മൾ പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്കൂൾ എടുക്കുവാണെങ്കിൽ ഒരു പ്രിൻസിപ്പൽ നമുക്ക് ഒരു അനൗൺസ്മെന്റ് തരുവാണ്. അപ്പം ഓരോ ക്ലാസ്സിലും സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രിൻസിപ്പൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുവാണ്. അപ്പം എല്ലാവർക്കും ഡെലിവർ ചെയ്യും. ഓരോ ക്ലാസ്സിലും ഓരോ സ്പീക്കേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ഒരു ഹ്യൂമൻ വോയിസിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്തു, ബൂസ്റ്റ് ചെയ്തു, ലൗഡ് സ്പീക്കർ ത്രൂ ഡെലിവറി ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്രോഫോൺ ആയിരിക്കും. ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരു ഇൻപുട്ട് മൈക്രോഫോണും ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൗഡ് സ്പീക്കറും ആയിരിക്കും. ഓക്കെ, അപ്പൊ ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് നോക്കാം. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ പബ്ലിക് അഡ്രസ് സിസ്റ്റം. ഓക്കെ, ഫസ്റ്റ് നോക്കിക്കേ, ആ ബ്ലോക്ക് ഡയഗ്രത്തില് മൈക്രോഫോൺ ഉണ്ട്. മൈക്രോഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3 മൈക്കുകളാണ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ. 3 മൈക്രോഫോൺസ് ഉണ്ട്. then it is given to the mixer, then ഒരു വോൾട്ടേജ് ആംപ്ലിഫയർ സ്റ്റേജ് ഉണ്ട്, then ഒരു പ്രോസസ് സർക്യൂട്ട് ഉണ്ട്, then ഒരു ഡ്രൈവർ ആംപ്ലിഫയർ ഉണ്ട്, then പവർ ആംപ്ലിഫയർ ഉണ്ട്, ഫൈനലി ഒരു ലൗഡ് സ്പീക്കർ ഉണ്ട്. അപ്പം ഓരോന്നും എന്താണെന്ന് പറഞ്ഞുതരാം. ഇവിടെ 3 മൈക്രോഫോൺ ഫിഗറിലുള്ളത്. ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിഗ്നലിനെ എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്തിട്ട് ഈ മൈക്രോഫോൺ എന്ന് വെച്ചാൽ സൗണ്ട് വേവിനെ പിക്ക് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ വേരിയേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് മൈക്രോഫോൺ യൂസ് ചെയ്യുന്നത്. സൗണ്ട് വേവ് എടുക്കുക, നമ്മൾ സംസാരിക്കുന്ന സൗണ്ടിനെ എന്ത് ചെയ്യുന്നു, ഇത് ഇലക്ട്രിക്കൽ വേരിയേഷൻ ആയിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ മൈക്രോഫോൺ എന്താ ചെയ്യുന്നത്, നമ്മുടെ സൗണ്ട് സിഗ്നലിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റുന്നു. അല്ലെങ്കിൽ സൗണ്ട് വേവിനെ പിക്ക് ചെയ്ത് ഇലക്ട്രിക്കൽ വേരിയേഷൻ ആക്കി കൺവേർട്ട് ചെയ്യുവാണ് മൈക്രോഫോൺ ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോൾ ഒരു മിക്സർ ആണ് വരുന്നത്. മിക്സർ എന്താ ചെയ്യുന്നത്, 3 മൈക്രോഫോൺ ആണ് ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത്. ഈ 3 മൈക്രോഫോണിൽ നിന്ന് വരുന്ന ഇൻപുട്ടിനെ ഒരു സിംഗിൾ സിഗ്നൽ ആക്കി മാറ്റാനാണ് നമ്മൾ മിക്സർ യൂസ് ചെയ്യുന്നത്. 3 മൈക്രോഫോണിൽ നിന്നും വരുന്ന സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സിംഗിൾ സിഗ്നൽ ആക്കി മാറ്റാനാണ് നമ്മൾ മിക്സർ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് എന്തിലോട്ട് കൊടുക്കുന്നു, മെയിൻ ആംപ്ലിഫയറിലോട്ട് കൊടുക്കുന്നുണ്ട്, വോൾട്ടേജ് ആംപ്ലിഫയറിലോട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വോൾട്ടേജ് ആംപ്ലിഫയർ ചെയ്യുന്നത് മിക്സറിന്റെ ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യുന്നു, ആംപ്ലിഫൈ ചെയ്യുന്നു. ഈ മിക്സറിന്റെ ഔട്ട്പുട്ടിനെ ഇത് എന്ത് ചെയ്യുന്നു, ആംപ്ലിഫൈ ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഒരു പ്രോസസ് സർക്യൂട്ടിലോട്ട് കൊടുക്കുന്നു. പ്രോസസ് സർക്യൂട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിഫൈ ചെയ്ത് ഓഡിയോ സിഗ്നലിനെ നോയിസ് ക്യാൻസലേഷൻ ചെയ്യുന്നു. വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ചെയ്തു. മിക്സർ ഫസ്റ്റ് നമ്മുടെ സ്റ്റേജ് ഒരു മൈക്രോഫോൺ ആയിരുന്നു. മൈക്രോഫോണിൽ എന്താ ചെയ്തത്, നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ഹ്യൂമൻ വോയിസ് അല്ലെങ്കിൽ നമ്മുടെ സൗണ്ടിനെ എന്ത് ചെയ്തു, ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്തു. ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്തു, മിക്സറിലോട്ട് കൊടുത്തു. മിക്സർ എന്താ ചെയ്തത്, മിക്സർ എന്ത് ചെയ്തു, മിക്സർ ഈ വരുന്ന 3 ഇൻപുട്ടാണ്, 3 മൈക്രോഫോണിൽ നിന്ന് വരുന്ന ഇൻപുട്ടാണ് നമുക്ക് വരുന്നത് ഇല്ലേ. അപ്പൊ ഈ 3 ഇൻപുട്ടിനെയും കൂടി എന്ത് ചെയ്തു, അതെ, മിക്സ് ചെയ്ത് യൂസ് ചെയ്ത് നമ്മൾ ഒറ്റ സിഗ്നൽ ആക്കി മാറ്റി അതിനെ എന്ത് ചെയ്യുന്നു, വോൾട്ടേജ് ആംപ്ലിഫയറിലോട്ട് കൊടുത്തു. വോൾട്ടേജ് ആംപ്ലിഫയർ ഇതിനെ ബൂസ്റ്റ് ചെയ്യുന്നു, ഈ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്നു, ആംപ്ലിഫിക്കേഷൻ ചെയ്യുന്നു. നമുക്ക് എന്താ ചെയ്യുന്നത്, മിക്സറിന്റെ ഔട്ട്പുട്ട് ആംപ്ലിഫൈ ചെയ്തു, then it is given to the പ്രോസസ് സർക്യൂട്ട്. പ്രോസസ് സർക്യൂട്ടിലോട്ട് കൊടുത്തു. പ്രോസസ് സർക്യൂട്ട് ചെയ്യുന്നത്, അതായത് ആംപ്ലിഫൈ ചെയ്ത് വരുന്ന ഓഡിയോ സിഗ്നലിന്റെ നോയിസ് ക്യാൻസലേഷൻ ചെയ്യാം. എന്തെങ്കിലും നോയിസസ് ഉണ്ട് എങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതിന്റെ ബാർസ് ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോസസ് സർക്യൂട്ട് വഴി അത് ചേഞ്ച് ചെയ്യാം. എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ അത് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനു വേണ്ടിയിട്ടാണ് പ്രോസസ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പം അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണം എന്ന് നമുക്ക് ഉണ്ടെങ്കിൽ പ്രോസസ് സർക്യൂട്ട് വഴി നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാം. ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു ദ ഡ്രൈവർ ആംപ്ലിഫയർ. ഡ്രൈവർ ആംപ്ലിഫയർ ചെയ്യുന്നത് പ്രോസസ് സർക്യൂട്ടിനും പവർ ആംപ്ലിഫയറിനും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഈ ഡ്രൈവർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംപിഡൻസ് ലെവലിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ ഇംപിഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവലിന്റെ ഡിഫറൻസ് നമ്മൾ ആണെങ്കിൽ അതിനെ നമ്മൾ ഇംപിഡൻസ് ലെവലിനെ മാച്ച് ചെയ്യാൻ എന്തെങ്കിലും ഡിഫറൻസ് ഈ പ്രോസസ് സർക്യൂട്ടിനും പവർ ആംപ്ലിഫയറിനും തമ്മിൽ എന്തെങ്കിലും ഒരു ഇംപിഡൻസ് ലെവൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രൈവർ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. അതായത് റെസിസ്റ്റൻസ് ലെവലിലോ ഇംപിഡൻസ് ലെവലിലോ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രൈവർ ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രോസസ് സർക്യൂട്ടിന്റെയും പവർ ആംപ്ലിഫയറിന്റെയും ഇന്റർമീഡിയറ്റ് ലെവലായിട്ടാണ് ഡ്രൈവർ ആംപ്ലിഫയർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, പവർ ആംപ്ലിഫയർ ആണ് നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത്. പവർ ആംപ്ലിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ആംപ്ലിഫയറിന്റെയും പവർ ആംപ്ലിഫയറിന്റെയും ഫണ്ടമെന്റൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വോൾട്ടേജ് ആംപ്ലിഫയറും പവർ ആംപ്ലിഫയറും പറഞ്ഞു. എന്താ ഇതിന്റെ ഫണ്ടമെന്റൽ ഡിഫറൻസ് അറിയാമോ? അതിന്റെ പേരിൽ തന്നെ ഉണ്ട്. വോൾട്ടേജ് ആംപ്ലിഫയർ വോൾട്ടേജിനെ ആംപ്ലിഫൈ ചെയ്യുന്നു, പവർ ആംപ്ലിഫയർ പവറിനെ ആംപ്ലിഫൈ ചെയ്യുന്നു, പവറിനെ ബൂസ്റ്റ് ചെയ്യുന്നു. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മളെപ്പോഴും പവർ ആംപ്ലിഫയർ ഒക്കെ യൂസ് ചെയ്യുന്ന ഈ റിസീവർ സെക്ഷനിലോട്ടായിരിക്കും നമ്മൾ പവർ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു 12 വോൾട്ട് നമ്മൾ കൊടുക്കുവാണ്, നമ്മളൊരു 12 വോൾട്ട് ഇൻപുട്ടിൽ കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പം അത് ഇൻപുട്ടിൽ നിന്ന് നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് നമ്മൾ പോവാണ്. അപ്പൊ നമ്മുടെ റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങ് ദൂരെയാണ് ഇരിക്കുന്നത്. അപ്പം പ്രോപ്പർ ആയിട്ട് ഒരു ആംപ്ലിഫിക്കേഷൻ ചെയ്തില്ല എങ്കിൽ ഈ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായിട്ട് ഈ സിഗ്നൽ എന്ത് ചെയ്യുന്നു, ഇവിടെ കട്ടായി പോകും. നമ്മളിവിടെ ഒരു പവർ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അറ്റ് ദ റിസീവർ സൈഡിൽ നമുക്ക് ഈ വോൾട്ടേജിനെ റിസീവ് ചെയ്യാൻ പറ്റും. പവർ ആംപ്ലിഫയർ മിക്കപ്പോഴും എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റിസീവർ സെക്ഷനിലായിരിക്കും പവർ ആംപ്ലിഫയർ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മളൊരു മൈക്രോഫോൺ ഉണ്ട്. മൈക്രോഫോൺ എന്താ ചെയ്യുന്നത്, മൈക്രോഫോൺ നമ്മൾ സൗണ്ട് സിഗ്നലിനെ എടുത്തിട്ട് പിക്ക് ചെയ്തിട്ട് അതിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ 3 മൈക്രോഫോൺ ആണ് നമ്മൾ ഈ ഡയഗ്രത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ബ്ലോക്ക് ഡയഗ്രത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 3 മൈക്രോഫോണിൽ നിന്നും വരുന്ന സൗണ്ട് സിഗ്നലിനെ microphone first converted the sound signal into electrical signal. Then ഈ 3 മൈക്രോഫോണിൽ നിന്ന് വരുന്ന ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ എന്ത് ചെയ്യുന്നു, മിക്സറിലോട്ട് കൊടുക്കുന്നു. മിക്സർ എന്ത് ചെയ്യുന്നു, ഈ വരുന്ന 3 എണ്ണത്തിനെയും കൂടെ മിക്സ് ചെയ്യുന്നു, ടുഗദർ ഒരു സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഈ ഒരു സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വോൾട്ടേജ് ആംപ്ലിഫയറിലോട്ട് കൊടുത്തു. വോൾട്ടേജ് ആംപ്ലിഫയർ വോൾട്ടേജിൽ ആംപ്ലിഫിക്കേഷൻ ഉണ്ടാക്കുന്നു, വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്യുന്നു. then it is given to the process circuit. നമുക്ക് വേണ്ട മോഡിഫിക്കേഷൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ, നോയ്സ് റിമൂവൽ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ബാസ് കൂട്ടണം അല്ലെങ്കിൽ ബാസ് കുറയ്ക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു. ഓക്കെ, then it is given to the driver amplifier act as an intermediate stage between the process circuit and power amplifier. ഇത് ചെയ്യുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോസസ് സർക്യൂട്ടിനും പവർ ആംപ്ലിഫയറിനും ഇടയ്ക്ക് എന്തെങ്കിലും തരത്തിൽ ഇംപിഡൻസ് ലെവലിലോ റെസിസ്റ്റൻസ് ലെവലിലോ എന്തെങ്കിലും മിസ്മാച്ചസ് ഉണ്ടെങ്കിൽ അതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രൈവർ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, then it is given to the power amplifier stage. The final stage power amplifier കഴിഞ്ഞാൽ പിന്നെ ലൗഡ് സ്പീക്കറിലോട്ട് പോവാണ്. പവർ ആംപ്ലിഫയർ ചെയ്യുന്നത് പവറിനെ ബൂസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, then it is given to the എവിടോട്ട് കൊടുക്കുന്നു, ലൗഡ് സ്പീക്കറിലോട്ട് കൊടുക്കുന്നു. ലൗഡ് സ്പീക്കർ എന്താ ചെയ്യുന്നത്, ഫൈനൽ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ വേരിയേഷനെ again it is converted to sound signal. നമുക്ക് ലൗഡ് സ്പീക്കറിൽ നിന്ന് സൗണ്ട് അല്ലേ കിട്ടുന്നത്. അപ്പം ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഇത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, സൗണ്ട് സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്നത് നമ്മളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന 2 types ഓഫ് ആംപ്ലിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് ചോദിക്കുക. അപ്പൊ വോൾട്ടേജ് ആംപ്ലിഫയറും പവർ ആംപ്ലിഫയറും ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യണോ ആർക്കെങ്കിലും? റിപ്പീറ്റ് ചെയ്യണോ? അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോവാം, അടുത്ത പോർഷനിലോട്ട് പോവാം. ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ആക്കി നോട്ട്സ് ആക്കി വെച്ചിരിക്കുവാണ്. ക്ലാസ് കഴിയുമ്പോൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നെക്സ്റ്റ് പോർഷൻ, ബയാസിംഗ് ഓഫ് BJT. ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ബയാസിംഗ് എന്താണെന്ന് നോക്കാം.
BJTയുടെ മെയിൻ ഫംഗ്ഷൻ എന്നാല് ഒരു ആംപ്ലിഫയർ ആയിട്ട് മാറാനുള്ള ഒരു കഴിവാണ്, മാറാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് BJTയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. BJT എന്ന് വെച്ചാൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്. നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ, ഇതിന് മുന്നേ ഉള്ള മൊഡ്യൂൾ 4 പഠിച്ചിട്ടുണ്ടാവും BJT എന്താണെന്നുള്ളത്. അപ്പൊ BJT എന്ന് പറഞ്ഞാൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്. ഈ BJTയുടെ മെയിൻ ഫംഗ്ഷൻ എന്നാല് ആംപ്ലിഫയർ ആയിട്ട് മാറാനുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഫസ്റ്റ് ബയാസിങ് എന്താണെന്ന് നോക്കാം. ഒരു NPN അല്ലെങ്കിൽ PNP ട്രാൻസിസ്റ്റർ എടുത്താല് ഇതിന് 2 ഡിപ്ലീഷൻ റീജിയൻ വരും. ദാറ്റ് ഈസ് 2 ബാറ്ററി സോഴ്സസ് വരും. ബേസിനും എമിറ്ററിനും, ബേസ് എമിറ്ററും അതുപോലെ തന്നെ കളക്ടർ ബേസിനും ഇടയ്ക്കായിട്ട് നമുക്ക് എന്ത് വരും? എമിറ്റർ ബേസ് ജംഗ്ഷനും വരും, കളക്ടർ ബേസ് ജംഗ്ഷനും വരും. അങ്ങനെ 2 ജംഗ്ഷൻസ് വരും നമുക്ക്. ഈ 2 ജംഗ്ഷൻസും എമിറ്റർ ബേസ്, കളക്ടർ ബേസ് ജംഗ്ഷൻസ്, അങ്ങനെ 2 ജംഗ്ഷൻസ് ആണ് വരുന്നത്. അപ്പൊ ഒരു NPN ട്രാൻസിസ്റ്ററോ PNP ട്രാൻസിസ്റ്ററോ എടുത്താൽ നമുക്ക് 2 ജംഗ്ഷൻസ് ആണ് വരുന്നത്. എന്തൊക്കെയാ വരുന്നത്? എമിറ്റർ ബേസ് ജംഗ്ഷനും വരും, കളക്ടർ ബേസ് ജംഗ്ഷനും വരും. അപ്പം നമുക്ക് പിന്നെ അതേപോലെ അതിന് മുന്നേ പറയേണ്ട കാര്യം ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസോ. അന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. എന്താണ് ഫോർവേഡ് ബയാസ്? P ടൈപ്പ് ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യുന്നതും N ടൈപ്പ് ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മൾ എന്ത് പറയുന്നു? PN. ഇതൊരു PN ജംഗ്ഷൻ ആണ്. ഈ PN ജംഗ്ഷനിൽ ഈ P ടൈപ്പ് ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ടും N ടൈപ്പ് ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതിന് നമ്മൾ എന്തു പറയുന്നു? ഫോർവേഡ് ബയാസ് എന്ന് പറയുന്നു. ഓക്കെ. ഇനി വേറെ ഒരെണ്ണം ഉണ്ട്. അതായത് P ടൈപ്പ് ബാറ്ററിയുടെ പോസിറ്റീവും N ടൈപ്പ് ബാറ്ററിയുടെ നെഗറ്റീവും ആണെങ്കിൽ ഫോർവേഡ് ബയാസ്. ഇനി നമ്മൾ പറയുവാണ് P ടൈപ്പ് ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടും N ടൈപ്പ് ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? റിവേഴ്സ് ബയാസ് എന്ന് പറയാൻ പറ്റും. ഇപ്പം ആദ്യം നമ്മൾ പഠിച്ചു ഒരു NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും പറഞ്ഞു. NPN ട്രാൻസിസ്റ്ററിനും BNP ട്രാൻസിസ്റ്ററിനും 2 ജംഗ്ഷൻസ് ആണ് വരുന്നത്. എമിറ്റർ ബേസ് ജംഗ്ഷനും വരും, കളക്ടർ ബേസ് ജംഗ്ഷനും വരും. അപ്പൊ P ടൈപ്പ് ബാറ്ററിയുടെ പോസിറ്റീവും N ടൈപ്പ് ബാറ്ററിയുടെ നെഗറ്റീവും ആണെങ്കിൽ ഫോർവേഡ് ബയാസ് ആയിരിക്കും. P ടൈപ്പ് ബാറ്ററിയുടെ നെഗറ്റീവും N ടൈപ്പ് ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ അത് റിവേഴ്സ് ബയാസ് ആയിരിക്കും. ബേസിക് ആയിട്ട് ഇത്രയും അറിഞ്ഞിരിക്കുക. എന്നിട്ട് ബയാസിങ് എന്താണെന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നത്തെ മൊഡ്യൂളിൽ ഈ ഒരു പോർഷൻ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി എടുക്കത്തേ ഉള്ളൂ. അപ്പം കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവുമേ. ബയാസിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ആദ്യം ഫസ്റ്റ് ഞാൻ ഈ റിവേഴ്സ് ബയസും ഫോർവേഡ് ബയസും ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എന്താണ് ബയാസിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് ട്രാൻസിസ്റ്ററിലേക്ക് നമുക്ക് പ്രോപ്പർ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബയാസിങ് എന്ന് പറയുന്നത്. ഒരു ട്രാൻസിസ്റ്ററിലേക്ക് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എത്തിക്കുന്ന പ്രോസസ് ആണ് ബയാസിങ് എന്ന് പറയുന്നത്. അതായത് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്, ആ ട്രാൻസിസ്റ്റർ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ആ ട്രാൻസിസ്റ്ററിന് എത്തിക്കുന്ന പ്രോസസ് ആണ് ബയാസിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് മുന്നേ ഇതൊന്ന് റീഡ് ചെയ്യാം. ദ ട്രാൻസിസ്റ്റർ ക്യാൻ ഓപ്പറേറ്റഡ് in 3 regions. കട്ട് ഓഫ് റീജിയൻ ഉണ്ട്, ആക്റ്റീവ് റീജിയൻ ഉണ്ട്, സാച്ചുറേഷൻ റീജിയൻ ഉണ്ട്. ഇപ്പൊ കട്ട് ഓഫ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിസ്റ്ററിന് എന്തൊക്കെയാ ഉള്ളത്? ട്രാൻസിസ്റ്റർ അറിയാലോ. അപ്പം ഇതൊരു എമിറ്റർ, ഇത് കളക്ടർ, ഇത് ബേസ്. ഇതൊരു NPN ട്രാൻസിസ്റ്റർ ആണ്. അപ്പം ഇതിനകത്ത് 2 ജംഗ്ഷൻസ് ആണ് വരുന്നത്. കളക്ടർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷൻ CB. അതുപോലെ തന്നെ പിന്നെ വരുന്നത് എമിറ്റർ ബേസ് ജംഗ്ഷൻ EB. ഇങ്ങനെ 2 ജംഗ്ഷൻസ് ആണ് വരുന്നത്. ഓക്കെ. അപ്പം ഇതിനകത്ത് റീജിയൻ ഓഫ് ഓപ്പറേഷൻ വരുന്നത് 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻ വരും. കട്ട് ഓഫ് റീജിയൻ ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്, സാച്ചുറേഷൻ ഉണ്ട്. കട്ട് ഓഫ് റീജിയനിൽ ഈ എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ബയാസിലായിരിക്കും. എമിറ്റർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? P റീജിയൻ എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നു? N-ഉമായിട്ടും N റീജിയൻ P-യുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പം കട്ട് ഓഫ് റീജിയനിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസിലും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസിലും ആയിരിക്കും. ആക്റ്റീവ് റീജിയനിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസിലും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസിലും ആയിരിക്കും. സാച്ചുറേഷനിൽ
കളക്ടർ ബേസ്ഡ് എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ ഫോർവേഡും കളക്ടർ ബേസ്ഡ് ജംഗ്ഷൻ ഫോർവേഡിലും ആയിരിക്കും. അപ്പം ഇത്രയും ഓർത്ത് വെക്കുക. ഈ ഒരു റീജിയൻ ഓഫ് ഓപ്പറേഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണേ. കാരണം ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയ ഒരു ടൈപ്പ് പോർഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് റീജിയനിൽ എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ ഏത് ബയാസിംഗിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും റിവേഴ്സ് ബയസ് ആണോ ഫോർവേഡ് ബയസിലാണോ എന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും റിവേഴ്സ് ബയാസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ കളക്ടർ ബേസ്ഡ് ജംഗ്ഷൻ ഏതാണ് എന്നുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ബോത്ത് എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ ആൻഡ് കളക്ടർ ബേസ്ഡ് ജംഗ്ഷൻ റിവേഴ്സ് ബയസിലാകുന്ന ഏത് ഓപ്പറേറ്റിംഗ് റീജിയനിലാണ്? അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്തിലാണ്? കട്ട് ഓഫിലാണ്. അപ്പൊ ഈ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്, ഇത് നോക്കി വെക്കണേ. അപ്പൊ നമ്മൾ ബയാസിംഗിലാണ് പറഞ്ഞു വന്നത്. സത്യത്തിൽ ബയാസിംഗ് ഓഫ് BJT ഇത് നമുക്ക് ആക്ച്വലി ഈ ഒരു മൊഡ്യൂളിൽ ഇല്ല, നമുക്ക് വോൾട്ടേജ് ഡിവൈഡർ ബയാസേ ഉള്ളൂ. അപ്പൊ അത് പറയുന്നതിന് മുന്നിട്ട് എന്താണ് എന്നൊരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇതിന് മുന്നുള്ള മൊഡ്യൂളിലെ പോർഷൻ ആണ്. ജസ്റ്റ് ഇത് പറയാതെ നമുക്ക് ബയാസിംഗിലോട്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പം നോക്കിക്കോ, ബയാസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോപ്പർ ആയിട്ട് ഒരു ട്രാൻസിസ്റ്ററിലേക്ക് പ്രോപ്പർ ആയിട്ട് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് ബയാസിംഗ് എന്ന് പറയുന്നത്. നമ്മളിവിടെ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. വോൾട്ടേജ് ഡിവൈഡർ ബയാസിന്റെ സർക്യൂട്ട് നോക്കിക്കോ. ഇവിടെ നമ്മൾ ഒരു NPN ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കളക്ടറിൽ ഒരു റെസിസ്റ്റർ ഉണ്ട്. അതാണ് ഈ റെസിസ്റ്റർ. ഇതാണ് കളക്ടർ. കളക്ടറിൽ ഒരു റെസിസ്റ്റർ ഉണ്ട്. ഇത് RC. എമിറ്റർ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു RE എന്ന്, ഇതാണ് എമിറ്റർ. എമിറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു RE എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ ഉണ്ട്. ഇത് ബേസ് ആണ്. ഈ ബേസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്. R1 R2 എന്ന് പറയുന്ന രണ്ട് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ബയാസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റെസിസ്റ്റേഴ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം കളക്ടറിൽ നിന്നൊരു റെസിസ്റ്റർ ഉണ്ട് RC, എമിറ്ററിൽ നിന്നൊരു റെസിസ്റ്റർ ഉണ്ട് RE, ബേസിന് അക്രോസ് ആയിട്ട് രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട് R1 ആൻഡ് R2. അപ്പം ഈ സർക്യൂട്ടിലേക്ക് വേണ്ട ബയാസിംഗ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ട്രാൻസിസ്റ്ററിലേക്ക് വേണ്ട ബയാസിംഗ് പ്രോപ്പർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ റെസിസ്റ്റേഴ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഈ VCC എന്ന് പറയുന്ന സപ്ലൈ വോൾട്ടേജ് ആണ് ഈ സർക്യൂട്ടിന് കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ്. അപ്പൊ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് VCC ആണ്. IB എന്ന് പറഞ്ഞാൽ ബേസ് കറണ്ട് ആണ്. IE എന്ന് പറഞ്ഞാൽ എമിറ്റർ കറണ്ട് ആണ്. IC എന്ന് പറഞ്ഞാൽ കളക്ടർ കറണ്ട് ആണ്. അപ്പൊ കളക്ടറിനും എമിറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ, കളക്ടറിനും എമിറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ VCE, കളക്ടർ എമിറ്റർ വോൾട്ടേജ് ആണ്. കളക്ടറിനും എമിറ്ററിനും എക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ്. കളക്ടറിനും എമിറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VCE ആണ്. അതേപോലെ തന്നെ ബേസിനും എമിറ്ററിനും എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് VBE. ബേസിനും എമിറ്ററിനും എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് VBE. കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് VB. ഔട്ട്പുട്ട് കളക്ടറിന് എക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇവിടെ ഉണ്ട് V ഔട്ട് എന്ന് പറഞ്ഞിട്ട്, കളക്ടറിന് എക്രോസ് ആയിട്ട് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു. ഏറ്റവും ഹയസ്റ്റ് സ്റ്റെബിലിറ്റി നമ്മളിപ്പം ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഹയർ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബയാസിംഗ് സ്കീമാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് എന്ന് പറഞ്ഞാൽ. വേറെ ടൈപ്പ് ബയാസിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി തരുന്ന ബയാസിംഗ് ആണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് എന്ന് പറയുന്നത്. ഈ R1 R2 RE എന്ന് പറയുന്നത് റെസിസ്റ്റേഴ്സ് ആണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ബയാസിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബേസിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോപ്പർ ബയാസിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് R1 R2 എന്ന രണ്ട് റെസിസ്റ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ബേസിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നു. അതായത് ഇവിടെ നമ്മളൊരു ബേസിലോട്ടാണ് നമ്മളൊരു ഇൻപുട്ട് കണക്ട് കൊടുക്കുന്നത്. ഒരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു, ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നത്. ഇതിനെ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പം നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ആംപ്ലിഫൈ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ, ഈ ബേസിൽ കൊടുക്കുന്ന ഇൻപുട്ടിനെ നമുക്ക് എന്ത് ചെയ്യുന്നു? ആംപ്ലിഫൈ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ, ഈ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് വെച്ചിട്ടുള്ള സർക്യൂട്ട് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ള വോൾട്ടേജ് വരുന്നത്. ഓക്കെ, RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയുന്ന ആംപ്ലിഫയർ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഒന്നുകൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം.
വോൾട്ടേജ് ബയാസിങ് എന്താണെന്ന് പറഞ്ഞാലേ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് പറയാൻ പറ്റൂ. അത് പറഞ്ഞാൽ മാത്രമേ RC കപ്പിൾഡ് ആംപ്ലിഫയർ നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ ബയാസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഒരു ട്രാൻസിസ്റ്ററിന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള വോൾട്ടേജ് എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബയാസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് നമ്മള് ഒരു NPN ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തു. അതിനകത്ത് റെസിസ്റ്റർ പറഞ്ഞു, RC എന്ന് പറയുന്ന ഒരു കളക്ടർ റെസിസ്റ്റൻസ്, RE എന്ന് പറഞ്ഞിട്ട് ഒരു എമിറ്റർ റെസിസ്റ്റൻസ്, R1 R2 എന്ന് പറഞ്ഞിട്ട് ബേസിൽ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബേസിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, 2 റെസിസ്റ്റർ കൊടുക്കുന്നു. ഈ ഇത്രയും റെസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോപ്പർ ബയാസിങ് ആ ട്രാൻസിസ്റ്ററിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ബേസ് കറണ്ട് IB പറഞ്ഞു, കളക്ടർ കറണ്ട് IC പറഞ്ഞു, എമിറ്റർ കറണ്ട് IE പറഞ്ഞു. ഓക്കെ, ഇത്ര നമ്മൾ പറഞ്ഞു. ദെൻ ഇതിന് എക്രോസ് ആയിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ്, കളക്ടറിനും എമിറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് പറഞ്ഞു, VCE. ബേസിനും എമിറ്ററിനും എക്രോസ് കറസ്പോണ്ടിങ് ആയിട്ട് VBE എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് പറഞ്ഞു. പിന്നെ ഔട്ട്പുട്ട് എടുക്കുന്നത് കളക്ടറിന് എക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, പിന്നെ ഏറ്റവും ഹയർ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ട്രാൻസിസ്റ്റർ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് ബേസിക് ഇലക്ട്രോണിക്സിൽ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയില്ലേ. എന്റെ ഇനി വരുന്ന പോർഷനാണ് ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ട്രാൻസിസ്റ്റർ എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോണിക് കോമ്പോണന്റ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമോ ഡിപ്ലോമയ്ക്ക്? NPN PNP ട്രാൻസിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. മെക്കാനിക്കലാണ്, ചെറുതായിട്ടാണ് ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ഓക്കെ, ഓക്കെ. അപ്പം ട്രാൻസിസ്റ്റർ ഈസ് ആൻ ഇലക്ട്രോണിക് കമ്പോണന്റ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഒരു കോമ്പോണന്റ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മൊഡ്യൂൾ പഠിപ്പിച്ച് കഴിയുമ്പോൾ അത് കുറച്ചുകൂടി മനസ്സിലാവുമായിരിക്കും. എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് എനിക്ക് പറയേണ്ടി വരും. ഓക്കെ, അത് നെക്സ്റ്റ് അടുത്ത ബേസിക് ഇലക്ട്രോണിക്സിന്റെ ക്ലാസ്സിൽ സർ എടുക്കുമായിരിക്കും കേട്ടോ. കളക്ടർ, എമിറ്റർ, ബേസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രാൻസിസ്റ്റർ ആണ്. ഈ കിടക്കുന്ന ഇത് കണ്ടോ, ഇതൊരു ട്രാൻസിസ്റ്റർ ആണ്. ഈ ട്രാൻസിസ്റ്റർ വരയ്ക്കുമ്പോൾ ഇതിന് 3 ടെർമിനൽ ഉള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത് ഇതിന്റെ ബേസ് ടെർമിനൽ ആണ്. ഓക്കെ, ബേസ്, ഈ ടെർമിനലിന്റെ പേര് ബേസ്. ഇത് ഇതിന്റെ കളക്ടർ. ഓക്കെ, ഇത് ഈ ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ. ഇങ്ങനെ 3 ടെർമിനൽ ഉള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ ഒരു കോമ്പോണന്റ് ആണ് എന്ത് പറയുന്നത്, ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് 2 ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഉള്ളത്. NPN ട്രാൻസിസ്റ്ററും ഉണ്ട്, അതുപോലെ PNP ട്രാൻസിസ്റ്ററും ഉണ്ട്. ഇപ്പൊ ട്രാൻസിസ്റ്റർ ആർ ഓഫ് 2 ടൈപ്സ്, NPN ആൻഡ് PNP. ഓക്കെ, ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് ട്രാൻസിസ്റ്റർ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിയബിൾ ആണോ? ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് കോമ്പോണന്റ് ആണ്. ഇതിന് 3 ടെർമിനൽ ഉള്ള ഒരു കോമ്പോണന്റ് ആണ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ. ഇത് 2 ടൈപ്സ് ആണുള്ളത്. NPN ട്രാൻസിസ്റ്ററും ഉണ്ട്, PNP ട്രാൻസിസ്റ്ററും ഉണ്ട്. അപ്പം ഇതിന് 3 ടെർമിനൽ വരുന്ന ഏതൊക്കെയാണ്? കളക്ടർ ഉണ്ട് അല്ലേ, ബേസ് ഉണ്ട്, എമിറ്റർ ഉണ്ട്. അപ്പം ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണെങ്കിൽ നമുക്കിപ്പം NPN ട്രാൻസിസ്റ്റർ എടുത്തു, NPN ട്രാൻസിസ്റ്റർ എടുത്തു. ഇത് ഇതിന്റെ കളക്ടർ, ഇത് ഇതിന്റെ ബേസ്. ഈ ട്രാൻസിസ്റ്റർ മറ്റേ ഇതിന്റെ കോമ്പോണന്റ് എന്ന് പറഞ്ഞില്ലേ, അപ്പോ അതിന് മെയിൻ പർപ്പസ് എന്താണ്? ഒരു ആംപ്ലിഫിക്കേഷൻ, ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഈ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇതൊക്കെ പഠിച്ചപ്പോ പറഞ്ഞ എന്താണ്, ആംപ്ലിഫിക്കേഷൻ പറഞ്ഞില്ലേ, ഒരു വരുന്ന സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ. ആംപ്ലിഫിക്കേഷൻ ദാറ്റ് മീൻസ് ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നു. ഇതാണ് എന്റെ ഇൻപുട്ട് സിഗ്നൽ. മെയിൻ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു, ഇതാണ് എന്റെ ഇൻപുട്ട് സിഗ്നൽ. ഇത് എത്ര വോൾട്ട് ആണ്? 10 വോൾട്ട് ആണ്. ഓക്കെ, ഇതിനെ എനിക്ക് ആംപ്ലിഫൈ ചെയ്ത് എനിക്കൊരു 15 വോൾട്ട് ആക്കണം. 15 വോൾട്ട് ആക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ട്രാൻസിസ്റ്റർ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അതായത് 10 വോൾട്ട് ഉള്ള ഒരു സിഗ്നലിനെ എന്തിലോട്ട് മാറ്റണം, എനിക്ക് 15 വോൾട്ട് ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ മാം ഈ ട്രാൻസ്ഫോമർ ഇല്ലേ, സ്റ്റെപ്പ് അപ്പ്,
അതും ഈ പരിപാടി ഉണ്ടല്ലോ ചെയ്യുന്നത്. അതെ, സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും. അത് നമ്മൾ പവർ സപ്ലൈയിലല്ലേ യൂസ് ചെയ്തത്? പവർ സപ്ലൈ യൂസ് ചെയ്തപ്പോഴല്ലേ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? നമ്മൾ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ട്രാൻസിസ്റ്ററിന് നമുക്കൊരു 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാൻ അത് പറയാം. വേണ്ട, കട്ട് ഓഫ്, ആക്റ്റീവ്, സാച്ചുറേഷൻ എന്ന് പറഞ്ഞ് 3 റീജിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കട്ട് ഓഫ് ആക്റ്റീവ് റീജിയനിൽ എന്തായിരിക്കും? ഈ ട്രാൻസിസ്റ്റർ ആക്ട് ആസ് ആൻ ആംപ്ലിഫയർ എന്ന് പറഞ്ഞു. ഈ 3 റീജിയനിലും ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന കോമ്പോണന്റ് 3 ഓപ്പറേറ്റിംഗ് ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു ആക്റ്റീവ് റീജിയനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വി ഐ ക്യാര വരുമ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെ വരും. ഇത് കട്ട് ഓഫ് റീജിയൻ ആണ്. ഫസ്റ്റ് കട്ട് ഓഫ് റീജിയൻ. ഇത് ആക്റ്റീവ് റീജിയൻ. ഈ ഒരു പോർഷൻ ആക്റ്റീവ് റീജിയൻ. ഇത് സാച്ചുറേഷൻ റീജിയൻ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ആക്റ്റീവ് റീജിയനിൽ ശ്രദ്ധിച്ചോണം, ഈ ആക്റ്റീവ് റീജിയനിൽ ഒരു ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കിട്ടുന്നത്. ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ എക്സ് ആണെങ്കിൽ അടുത്ത ക്യാര വരുമ്പോഴത്തേക്ക് 2x ആയിരിക്കും കിട്ടുന്നത്. അടുത്ത വരുമ്പോഴത്തേക്ക് 3x ആയിരിക്കും കിട്ടുന്നത്. അപ്പം ആക്റ്റീവ് റീജിയനിൽ ഒരു ട്രാൻസിസ്റ്റർ എന്തായിരിക്കും? ഒരു ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആക്ട് ചെയ്യും. ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ശ്രദ്ധിച്ച്, ആദ്യം എക്സ് ആണ് കിട്ടിയത്, പിന്നെന്താ കിട്ടിയത്? 2x ആണ് കിട്ടിയത്. ഡബിൾ ആയോ? ഓക്കെ, പിന്നെ 4x കിട്ടി. 4x കിട്ടിയപ്പോ അതിലും ഡബിൾ ആയോ? അപ്പം ദാറ്റ് മീൻസ് ആക്റ്റീവ് റീജിയനിൽ ഒരു ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കിട്ടുന്നത്. അപ്പൊ ഈ ട്രാൻസിസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന ഈ ഒരു സിഗ്നലിനെ എനിക്ക് എന്താക്കി കിട്ടും? വലിയ സിഗ്നൽ, ലാർജ് സിഗ്നൽ ആക്കി കിട്ടുന്നുണ്ട്. അതായത് ഒരു ആംപ്ലിഫയർ ആയിട്ടാണ് ഇവിടെ ഈ ഒരു ആക്റ്റീവ് റീജിയനിൽ ട്രാൻസിസ്റ്റർ ആക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഒരു കട്ട് ഓഫ് ഉണ്ട്, പിന്നെ വരുന്ന ഒരു സാച്ചുറേഷൻ റീജിയൻ ഉണ്ട്. ഇവിടെ ഈ കട്ട് ഓഫ് റീജിയനിൽ രണ്ടും റിവേഴ്സ് ബയാസിലാണെന്ന് പറഞ്ഞു. റിവേഴ്സ് ബയസ്, രണ്ട് ജംഗ്ഷനും റിവേഴ്സ് ബയസിലാണ്. റിവേഴ്സ് ബയസിലാവുമ്പോൾ കട്ട് ഓഫ് റീജിയൻ ആണ്. കട്ട് ഓഫ് റീജിയനിൽ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റർ അങ്ങ് ഓഫ് ആവും. ട്രാൻസിസ്റ്റർ ഓഫ് ആയിട്ട് ഇരിക്കും. ഇനി അതേപോലെ ഈ സാച്ചുറേഷൻ റീജിയനിൽ എന്തായിരിക്കും? ഇതാ സാച്ചുറേഷൻ റീജിയന് രണ്ടും ഫോർവേഡ് ബയസ് ആണ്. എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷനും ഫോർവേഡ് ബയസ് ആണ്. അപ്പൊ സാച്ചുറേഷൻ റീജിയനിൽ ട്രാൻസിസ്റ്റർ എപ്പോഴും ഓൺ ആയിട്ടിരിക്കും. അപ്പൊ ഈ സാച്ചുറേഷൻ റീജിയനിലും കട്ട് ഓഫ് റീജിയനിലും ട്രാൻസിസ്റ്റർ ആക്ട് ആസ് എ സ്വിച്ച് എന്ന് പറയാൻ പറ്റും. സ്വിച്ച് ഓൺ ഓഫ് പ്രോപ്പർട്ടി ഇല്ലേ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും സാച്ചുറേഷൻ റീജിയനിലും കട്ട് ഓഫ് റീജിയനിലും ട്രാൻസിസ്റ്റർ ആക്ട് ആസ് എ സ്വിച്ച്. അതേപോലെ ഈ ആക്റ്റീവ് റീജിയനിൽ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് തരുന്നത് കൊണ്ട് നമുക്ക് എന്തായിരിക്കും? ട്രാൻസിസ്റ്റർ ആക്ട് ആസ് ആൻ ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടി വെച്ചുകൊണ്ടാണ് നമ്മൾ ഇനി വരുന്ന RC കപ്പിൾഡ് ആംപ്ലിഫയറിൽ നമ്മൾ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുമ്പോൾ അവിടെ ആ ട്രാൻസിസ്റ്ററിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ബയാസിംഗ് എന്ന് പറയുന്നത്. ബയാസിംഗ് എന്താ ഞാൻ പറഞ്ഞത്? ബയാസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസിസ്റ്ററിന് പ്രോപ്പർ ആയിട്ട് കിട്ടേണ്ട ഓപ്പറേറ്റിംഗ് വോൾട്ടേജിനെ എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയാസിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇനി പറയാൻ പോകുന്നത് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. ആ RC കപ്പിൾഡ് ആംപ്ലിഫയർ പറയണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്ന പറയണം. ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ട്രാൻസിസ്റ്ററിന് പ്രോപ്പർ ബയാസിംഗ് ചെയ്യണം. ഓക്കെ, പ്രോപ്പർ ബയാസിംഗ് ചെയ്യണം. അപ്പൊ പ്രോപ്പർ ബയാസിംഗ് ചെയ്തു, ദെൻ ട്രാൻസിസ്റ്റർ നമ്മൾ എന്താക്കി ആക്ട് ചെയ്തു? ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് പറഞ്ഞു. അപ്പം നമുക്ക് ഈ ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ഈ പറയുന്ന എന്തൊക്കെ പറഞ്ഞത്? ബയാസിങ്ങും അതേപോലെ എന്ത് പറഞ്ഞത്? ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേറ്റിംഗ് റീജിയനും പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് പറയേണ്ടത് ട്രാൻസിസ്റ്റർ RC കപ്പിൾഡ് ആംപ്ലിഫയർ. ഓക്കെ,
നോക്കിക്കോ, ഇതിന്റെ സർക്യൂട്ട് അറേഞ്ച്മെന്റ് ശ്രദ്ധിച്ചോ. ഇതിന്റെ സർക്യൂട്ട് അറേഞ്ച്മെന്റ് നോക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ച ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വേണ്ട, ഇത് നേരത്തെ നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് പഠിച്ചപ്പോൾ പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം ബേസിക് ആയിട്ട് ഇതിന്റെ സർക്യൂട്ട് അറേഞ്ച്മെന്റ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു NPN ട്രാൻസിസ്റ്റർ വെച്ചിട്ട് നമ്മൾ എന്താണ് ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസ് വന്നിട്ടുണ്ട്. പിന്നെ സപ്ലൈ VCC കൊടുക്കുന്നുണ്ട്. അതേപോലെ അഡീഷണലി നമ്മൾ പറയുന്ന ഈ സർക്യൂട്ടിനകത്തെ സപ്ലൈ വോൾട്ടേജ് VCC കണക്ട് ചെയ്തിട്ടുണ്ട്. അഡീഷണലി ഈ സർക്യൂട്ടിലോട്ട് ഒരു കപ്പാസിറ്റർ C1, C2, CE എന്ന് പറയുന്ന 3 കപ്പാസിറ്റർ ഈ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് കൂടാതെ വേണ്ട ഒരു C1 യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ, പിന്നെ ഒരു C2 യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു CE യൂസ് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻപുട്ടിലോട്ട് ഒരു വോൾട്ടേജ് VS കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ടിലോട്ട് ഒരു വോൾട്ടേജ് VS കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റെസിസ്റ്റർ RS എന്ന് പറയുന്ന ഒരു റെസിസ്റ്ററും അഡീഷണൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ സിംഗിൾ സ്റ്റേജ്, ഇതിനെ നമുക്കൊരു വേറൊരു പേരിലൂടെ പറയുന്നുണ്ട്, when only one transistor is associated with the circuitry is used for the amplifying a weak signal. The circuit is known as a single stage transistor amplifier or RC coupled amplifier എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റർ നമുക്ക് എന്തിനാണ് ഈ ഒരു RC coupled ആംപ്ലിഫയറിന്റെ വേറൊരു പേരാണ് സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ സ്റ്റേജ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിനെ സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ എന്ന് കൂടി പറയാൻ പറ്റും. ഓക്കെ, ബേസിലോട്ട് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുവാണ്. ഞാൻ ഫിഗർ വെച്ച് പറയാം, പിന്നെ നിങ്ങൾ നോട്ട്സ് വായിക്കുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. അപ്പം ബേസിലോട്ട് നമ്മളൊരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുവാണ്. ബേസിലോട്ട് നമ്മളൊരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു, ഇൻപുട്ട് സിഗ്നലിന് കൊടുത്തു. ഇത് ആംപ്ലിഫൈ ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് നേരത്തെ പറഞ്ഞതുപോലെ 10 ആണ്. എനിക്കിത് ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ എനിക്കൊരു 20 കിട്ടണം. ഓക്കെ, 20 പീക്ക് ടു പീക്ക് കിട്ടണേ. ഇവിടെ 10 പീക്ക് ടു പീക്ക്. അപ്പം ഇത് ആംപ്ലിഫൈ ചെയ്തിട്ടാണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പം ഇതൊരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആയത് കാരണം നമുക്ക് എമിറ്റർ കോമൺ ടു ബോത്ത് ബേസ് ആൻഡ് കളക്ടർ ആണ്. അതായത് ഈ ബേസിനും ഈ എമിറ്ററിനും, ഇതാണ് ബേസ്, ഇത് എമിറ്റർ, ഈ ബേസിനും എന്താണ് കളക്ടറിനും കോമൺ ആയിട്ടിരിക്കുന്നത് എന്താണ് ഇവിടെ എമിറ്റർ ആണ്. അപ്പം ഇതൊരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആയത് കാരണം എമിറ്റർ ഈസ് കോമൺ ടു ബോത്ത്. എന്തൊക്കെ ബേസിനും കളക്ടറിനും കോമൺ ആയിട്ടുള്ള ടെർമിനൽ ഏതാണ്? എമിറ്റർ ആണ്. ഇവിടെ ബയാസിംഗ് കോമ്പോണന്റ് ആയിട്ട് നമ്മൾ പഴയതുപോലെ യൂസ് ചെയ്യുന്ന R1 ഉണ്ട്, R2 ഉണ്ട്, RE ഉണ്ട്. ഓക്കെ, ഈ 3 റെസിസ്റ്റേഴ്സ് ആണ് ബയാസിംഗ് റെസിസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യാം, ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിലെ ബയാസിംഗ് റെസിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കാം. നമുക്ക് പറയാൻ പറ്റും വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ആയിട്ടുള്ള ഈ സർക്യൂട്ട് തന്നിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇവിടെ R1, R2, RE ആർ ദ എന്തൊക്കെയാണ് ബയാസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബയാസിംഗ് റെസിസ്റ്റേഴ്സ് ആണെന്ന് പറയാൻ പറ്റും. പിന്നെ ഇൻപുട്ട് കപ്പാസിറ്റർ നമ്മളിവിടെ ഒരു C1 യൂസ് ചെയ്തിട്ടുണ്ട് ഇൻപുട്ടിൽ. ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്? കപ്ലിംഗ് കപ്പാസിറ്റർ. കപ്ലിംഗ് കപ്പാസിറ്റർ എന്താണ്? കപ്ലിംഗ് കപ്പാസിറ്റർ എന്താ ഇതിന്റെ ഫംഗ്ഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്, ഫംഗ്ഷൻ ഓഫ് എ കപ്ലിംഗ് കപ്പാസിറ്റർ. ഓക്കെ, കപ്ലിംഗ് കപ്പാസിറ്റർ ഈ C1ന്റെ പേരെന്താണ്? ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ എന്നാണ് C1ന്റെ പേര്. C1ന്റെ പേരെന്താണ്? ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് സ്റ്റേജിൽ ഏതെങ്കിലും നോയിസ് അല്ലെങ്കിൽ DC കോമ്പോണന്റ് ഉണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യാനാണ് C1 യൂസ് ചെയ്യുന്നത്. അതായത് ഈ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഈ VS ൽ നിന്ന് RS ഇങ്ങനെ പോവുകയാണ് ബേസിലോട്ട്. അപ്പം ഈ കൊടുക്കുന്ന ഇൻപുട്ടിൽ എന്തെങ്കിലും നോയിസ് ഉണ്ട് അല്ലെങ്കിൽ DC കോമ്പോണന്റ് ഉണ്ട്, ഇത് AC സിഗ്നലിനെ മാത്രമേ ഈ കപ്ലിംഗ് കപ്പാസിറ്റർ പാസ് ചെയ്യത്തുള്ളൂ. DC വരുവാണെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും നോയിസ് ഉണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആയിട്ടുള്ള C1 യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫംഗ്ഷൻ ഓഫ് എ ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ഇമ്പോർട്ടന്റ് ആണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ബ്ലോക്ക് ദ DC കോമ്പോണന്റ് ആൻഡ് നോയിസിനെയും DCനെ ഒക്കെ ബ്ലോക്ക് ചെയ്യാനാണ് ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആയിട്ടുള്ള C1 യൂസ് ചെയ്യുന്നത്. ടു ഓൺലി പാസസ് ദ AC സിഗ്നൽ. അപ്പൊ C1 പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ AC മാത്രമേ പാസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ C2 ഉണ്ട്.
C2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആണ് ഈ C2 എന്ന് പറയുന്നത്. അപ്പൊ C1 പറഞ്ഞാൽ C2 എളുപ്പമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. C2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആയിട്ട് നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന സിഗ്നൽ ആണ് ഈ ട്രാൻസിസ്റ്ററിന്റെ നമ്മുടെ കളക്ടറിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പം ആംപ്ലിഫൈ ചെയ്തതിന് ശേഷം കിട്ടുന്ന സിഗ്നൽ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഈ ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന സിഗ്നലിനെ നമ്മൾ C2 കൊടുക്കുന്നു. ഈ C2 ചെയ്യുന്നത്, C2ന്റെ പേരെന്താണ്? ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. C1 ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. അപ്പം C2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിഫിക്കേഷന് ശേഷം കിട്ടുന്ന വേവിനെ ഏതെങ്കിലും DC കമ്പോണന്റോ അല്ലെങ്കിൽ നോയിസോ ഉണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യാനാണ് നമ്മൾ ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഫംഗ്ഷൻ ഓഫ് C1 ഉം C2 മനസ്സിലായോ? C2 ഒന്നുകൂടി പറയോ? C2 അപ്പൊ C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രാൻസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന ആദ്യമേ പറഞ്ഞു ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഈ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ ഇതാണ്. ഈ കളക്ടറിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇത് മായിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഈ കളക്ടറാണ്, ഈ ടെർമിനലിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പൊ ഈ കളക്ടറിൽ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കൊടുത്തതിനെ ഇച്ചിരിയും കൂടെ ഗ്രേറ്റർ ആക്കി ഒരു സിഗ്നൽ നമുക്ക് ഇവിടെ കിട്ടി. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും നോയിസോ അല്ലെങ്കിൽ DC കോമ്പണന്റ് എന്തെങ്കിലും വരുവാണെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആയിട്ടുള്ള C2 യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പിന്നെ ഒരു കപ്പാസിറ്റർ കൂടെ അഡീഷണലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏതാണ്? CE. ഈ CEനെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ. എന്താണ്? എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ. ഈ ടെർമിനൽ എമിറ്റർ ആണ്, ഇല്ലേ? എമിറ്ററിൽ നിന്ന് കണക്ട് ചെയ്തേക്കുവാണ് ഒരു കപ്പാസിറ്റർ CEന്റെ പേര് എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ. ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംപ്ലിഫിക്കേഷൻ സ്റ്റേജിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സിഗ്നൽ വരുവാണെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ CE കപ്പാസിറ്റർ യൂസ് ചെയ്യും. അല്ലെങ്കിൽ വേറൊരു പർപ്പസ് കൂടി ഇതിനുണ്ട്. ആംപ്ലിഫിക്കേഷൻ ടൈമിൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ലാതിരിക്കാൻ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ ആണ് CE. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. CE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ ആണ്. എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ ആണ്. CE എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംപ്ലിഫിക്കേഷൻ സ്റ്റേജിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സിഗ്നൽ വരുവാണെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CE കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറൊരു ഫംഗ്ഷൻ കൂടി ഉണ്ട്. ആംപ്ലിഫിക്കേഷൻ ടൈമിൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ ആണ് CE. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? രണ്ടാമത്തെ ഒന്നുകൂടി പറയൂ. ആംപ്ലിഫിക്കേഷൻ ചെയ്യുന്ന ടൈമിൽ, അതായത് നമ്മൾ സിഗ്നൽ ബൂസ്റ്റ് ചെയ്യുമല്ലോ, ആ ടൈമിൽ വോൾട്ടേജ് കുറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ ആണ് CE. ഓക്കെ, ഇനി ഇതിന്റെ വർക്കിംഗ് പറയാം. നമ്മൾ ഒരു ഇൻപുട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്നു. നമ്മൾ ഇവിടെ ഒരു ഇൻപുട്ട് അപ്ലൈ ചെയ്തു. അപ്പം C1 വരുന്ന ഇൻപുട്ട് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്തു. ഈ VS നിന്ന് നമ്മൾ ഇൻപുട്ട് സോഴ്സ് ഒരു ഇൻപുട്ട് ഇവിടെ അപ്ലൈ ചെയ്തു. അത് C1 ത്രൂ. C1 എന്താണ് ഈ പറഞ്ഞ പോലെ C1ന്റെ ഫംഗ്ഷൻ എന്താ? DC-നെ ബ്ലോക്ക് ചെയ്തു, നോയിസിനെ ബ്ലോക്ക് ചെയ്തു, ഇല്ലേ? ദെൻ ഇത് എന്തിലോട്ട് പോകുന്നു? ട്രാൻസ്ഫോമറിന്റെ ബേസിലോട്ട് പോകുന്നുണ്ട്. അപ്പം സർക്യൂട്ടിന് ആവശ്യമുള്ള വോൾട്ടേജ് പ്രോപ്പർ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 റെസിസ്റ്റർ കൊടുത്തു. ബേസിലോട്ട് പ്രോപ്പർ ആയിട്ട് വോൾട്ടേജ് പോകാൻ വേണ്ടി R1 R2 എന്ന് പറഞ്ഞ് 2 റെസിസ്റ്റർ ത്രൂ ഈ ബേസിലോട്ട് എന്ത് പോകുന്നു? പ്രോപ്പർ ആയിട്ട് വോൾട്ടേജ് കിട്ടി, ഇൻപുട്ട് ബേസിലെത്തി. എങ്ങനെയാ ഇൻപുട്ട് വന്നത്? ഇവിടുത്തെ നോയിസിനെ റിമൂവ് ചെയ്തു, DC കോമ്പോണന്റിനെയും ഈ ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആയിട്ടുള്ള C1 റിമൂവ് ചെയ്ത് ബേസിൽ വന്നു. ഓക്കെ, ദെൻ RE എന്ന റെസിസ്റ്റർ വഴി എമിറ്റർ ടെർമിനലിലോട്ട് ബയാസ് ചെയ്യപ്പെടും. ഓക്കെ, ദെൻ ആംപ്ലിഫിക്കേഷൻ ടൈമിൽ ഏതെങ്കിലും സിഗ്നൽ ഡ്രോപ്പ് ഉണ്ടാവുമെങ്കിൽ CE ത്രൂ ഇത് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. നേരത്തെ പറഞ്ഞത് തന്നെ പറയുന്നു. പിന്നെ C2ൽ എന്താണ്? ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആണ്. ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ട് കിട്ടി. ഈ ഔട്ട്പുട്ടിൽ കിട്ടുന്നതിന് നമ്മൾ എന്ത് ചെയ്തു? അതിനകത്തുള്ള DC കോമ്പോണന്റിനെയൊക്കെ റിമൂവ് ചെയ്ത് നമുക്കൊരു പ്രോപ്പർ ആയിട്ടൊരു ഔട്ട്പുട്ട് കിട്ടും. പിന്നെ ഇവിടെ ഒരു റെസിസ്റ്റർ ഇരിപ്പുണ്ട്, RC എന്ന് പറഞ്ഞൊരു റെസിസ്റ്റർ.
ഈ RC പ്രത്യേകിച്ച് ഒന്നും അത് പറയാനില്ല. RC എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനാണ് RC യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ടെമ്പറേച്ചർ വേരിയേഷൻ. അപ്പം RC എന്ന് പറഞ്ഞത് കളക്ടർ റെസിസ്റ്റൻസ് ആണ്. RC യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ടെമ്പറേച്ചർ വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കളക്ടർ റെസിസ്റ്റൻസ് RC യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് പറയാനുള്ളത്. ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നോട്ട്സ് ആക്കി എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ, ഓരോന്നിന്റെ ഫംഗ്ഷൻ. ഇനി ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് പറയാനുള്ളത്. ഫ്രീക്വൻസി റെസ്പോൺസ് ഈ ഒരു ഡയഗ്രാം നോക്കിക്കേ. ഇതിന്റെ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസി ആണ്, എക്സ് ആക്സിസിൽ ഫ്രീക്വൻസി, അതുപോലെ തന്നെ വൈ ആക്സിസിൽ ഗെയിൻ ആണ്. എന്താ ഈ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ഇൻപുട്ട് വോൾട്ടേജ്, ഒരു ഔട്ട്പുട്ട് വി ഔട്ട് എന്ന് പറഞ്ഞ് നമുക്കൊരു ഔട്ട്പുട്ട് സിഗ്നൽ ഔട്ട്പുട്ട് കിട്ടി. വി ഔട്ട് ഫോർ എക്സാമ്പിൾ 15 ആണെന്നിരിക്കട്ടെ. ഞാൻ കൊടുത്ത ഒരു ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് 15 വോൾട്ട്. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുത്തിരുന്ന ഇൻപുട്ട് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഇൻ ആണ് അല്ലേ. ഇൻപുട്ട് വോൾട്ടേജ് വി ഇന്ന് ഞാൻ കൊടുത്തത് ഒരു 5 വോൾട്ട് ആണ്. ഓക്കെ, ആംപ്ലിഫയർ എന്താ ചെയ്തത്? ഞാൻ ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ടുള്ള 5 വോൾട്ട് ഇൻപുട്ടിൽ കൊടുത്തപ്പോൾ ഔട്ട്പുട്ടിൽ എനിക്ക് ഒരു 15 വോൾട്ട് കിട്ടിയെന്നിരിക്കട്ടെ. അപ്പം ഇവിടുത്തെ ഗെയിൻ എന്ന് പറഞ്ഞാൽ, ഗെയിന്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഔട്ട് ഡിവൈഡഡ് ബൈ വി ഇൻ. സോ എന്ത് കിട്ടും? ഗെയിൻ ഒന്ന് പറഞ്ഞേ. ഗെയിൻ ഇസ് ഇക്വൽ ടു പറ 15/5. ഇതിനെയാണ് നമ്മൾ ഗെയിൻ എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്, ഇതിനെയാണ് നമ്മൾ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്ലോട്ട് ഓഫ് എന്തിന്റെയൊക്കെ തമ്മിലുള്ള ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് ഗെയിൻ. ഫ്രീക്വൻസി ഗെയിനും തമ്മിലുള്ള പ്ലോട്ട് ആണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ വോൾട്ടേജ് ഗെയിൻ AV എന്ന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് നമ്മൾ കോമൺലി നമ്മൾ ഗെയിൻ പറയുന്നത് ഡെസിബിൾസിലാണ്, dBയിലാണ് പറയുന്നത്. ഇപ്പൊ 20 log V out by V in എന്ന് വരുമേ. 20 log V out by V in എന്ന് പറയും. ഗെയിന്റെ ഇക്വേഷൻ വരുന്നത് 20 log V out by V in എന്നാണ്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യാം, ഒരു ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും തരും, ഗെയിൻ ഏതാന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മൾ 20 log V out by V in ഇട്ട് ചെയ്യുക, അപ്പൊ നമുക്ക് ഗെയിൻ കിട്ടും. അപ്പം ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് വേണ്ട ഇവിടെ ഫ്രീക്വൻസി ആണ്. ലോ ഫ്രീക്വൻസി ടു ഫ്രീക്വൻസി എന്താണ് ഹൈ ആയിക്കൊണ്ടേ പോകുന്നു. ഇവിടെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകുന്നു, ഇവിടെ എന്താണ് ഗെയിൻ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ മാക്സിമം ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട AM ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മാക്സിമം ഗെയിന് AM എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണ്? പിന്നെ AM/√2 എന്ന് പറഞ്ഞ ഒരെണ്ണം കിടപ്പുണ്ട്. ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ 70.7% ആണ്. അതായത് ഇതിന്റെ RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√2 ഓഫ് ഗെയിന്റെ RMS വാല്യൂ 1/√2 ഓഫ് മാക്സിമം ഗെയിൻ ആണ് RMS വാല്യൂ. അപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഗെയിൻ കണ്ടുപിടിക്കുക എന്നിട്ട് അതിന്റെ RMS വാല്യൂ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ വരും? 1/√2 ഓഫ് AM എന്ന് വരും. അതായത് 1/√2 ഓഫ് മാക്സിമം ഗെയിൻ ആണ് RMS വാല്യൂ. ക്ലിയർ ആണോ? അപ്പം ഗെയിൻ പറഞ്ഞു, ഗെയിൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 20 log V out by V in ആണ് ഗെയിൻ വരുന്നത്. ക്ലിയർ ആണ്? 20 log V out by V in ആണ്. ഇനി ഇത് മാക്സിമം ഗെയിൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി മാക്സിമം ഗെയിൻ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പറയുന്നത് ഇതിന്റെ RMS വാല്യൂ വേണം. RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1/√2 ഓഫ് മാക്സിമം വാല്യൂ AM ആണ്, അല്ലെങ്കിൽ മാക്സിമം ഗെയിൻ ആണ് RMS വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇതിന്റെ RMS വാല്യൂ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നു, ഇവിടെ മാക്സിമം ഗെയിൻ മാർക്ക് ചെയ്തിരിക്കുന്നു. ക്ലിയർ ആണേ? ക്ലിയർ ആണോ? അല്ല മാം, അപ്പൊ നേരത്തെ ഗെയിൻ ഈക്വൽ ടു V out by V in എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതില് ലോഗിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. 20 log നമ്മള് അത് dBയിലോട്ട് മാറ്റാനാണ് 20 log പറയുന്നത്. നമ്മുടെ ഗെയിൻ എപ്പോഴും നമ്മൾ എന്തിലാ പറയുന്നത്? ഗെയിൻ എപ്പോഴും നമ്മൾ dBയിലാ പറയുന്നത്. ഓക്കെ, ഡെസിബിൾസിലാ പറയുന്നത്. ഡെസിബിൾസിൽ പറയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 20 log V out divided by V in. Okay,
20 log V out by V in. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. 20 log V out by V in. അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഗെയിൻ കിട്ടി, മാക്സിമം ഗെയിൻ കിട്ടി AM. ഇനി ഇതിന്റെ RMS വാല്യൂ എടുക്കാൻ പറയുമ്പോൾ 1/√2 ഓഫ് ഈ കിട്ടിയ ഗെയിൻ എടുത്തു കഴിഞ്ഞാൽ RMS വാല്യൂ കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കാം. ഫ്രീക്വൻസി റെസ്പോൺസിനകത്ത് Y ആക്സിസിൽ ഗെയിനും X ആക്സിസിൽ ഫ്രീക്വൻസി ആണ്. ഓക്കെ, നമ്മളിവിടെ നോക്കുമ്പോൾ ഫ്രീക്വൻസി കൂടി പോകുന്നു. അപ്പൊ അതിനനുസരിച്ച് ഫസ്റ്റ് ഇവിടെ ഒരു ഇൻക്രീസ് ഉണ്ടായി ഇല്ലേ, ഗെയിൻ ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്തു വന്നു, എന്നിട്ട് പിന്നെ അങ്ങ് കോൺസ്റ്റന്റ് ആവുകയാണ്. പിന്നെ ഇത്രയും ഭാഗത്ത് കോൺസ്റ്റന്റ് ആവുന്നു, പിന്നെ എന്താണ്, ഗെയിൻ കുറയുന്നു. അപ്പൊ ഇത്രയും ഭാഗത്ത് ഗ്രാജുവലി ഇൻക്രീസ് ഉണ്ടായി, പിന്നെ ഗെയിൻ ഒരു പർട്ടിക്കുലർ ടൈം വരെ കോൺസ്റ്റന്റ് ആയിരുന്നു, പിന്നെ ഗെയിൻ എന്താണ്, റെഡ്യൂസ് ചെയ്തു. അപ്പം ഈ ഒരു ഫ്രീക്വൻസി റെസ്പോൺസിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഡയഗ്രാം തരുന്നു. എന്നിട്ട് ഇവിടെ ഈ AM-ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, നമുക്ക് ഗിവൺ ആണ്, AM/√2 ഗിവൺ ആണ്. ഇനി ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ പറയുവാണ്. അപ്പൊ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ഒരു ലൈൻ വരയ്ക്കുക. അതായത് ഈ ഒരു ലൈനിൽ നിന്ന് നമ്മൾ AM√2 കണ്ടുപിടിച്ചു. ചിലപ്പോൾ ഈ മാക്സിമം ഗെയിൻ മാത്രമേ നമുക്ക് AM മാത്രമേ തരത്തുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് AM/√2 കണ്ടുപിടിക്കുന്നു. ഇതൊരു 70 ആണെന്നിരിക്കട്ടെ, AM 70 ആണ്. അപ്പൊ 1/√2 ഇൻറ്റു 70 ചെയ്യുക. 70 ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. അതാണ്ട് ഇവിടെ ആയിരിക്കും. അതിന് 70ക്ക് ബിലോ ഉള്ള ഒരു വാല്യൂ കിട്ടി. അത് ഞാൻ ഇവിടെ എഴുതി. ആ 1/√2 ഇൻറ്റു 70 എന്ന് പറയുന്നിടത്തുനിന്ന് ഒരു ഡോട്ടഡ് ലൈൻ നേരെ വരയ്ക്കുക. നേരെ വരയ്ക്കുമ്പോൾ ഈ ഒരു റെസ്പോൺസിൽ കണക്ട് ചെയ്യുന്ന 2 പോയിന്റ്സ് കിട്ടും. അതായത് ഇവിടെയും ടച്ച് ചെയ്യും, ഇവിടെയും ടച്ച് ചെയ്യും. ഈ AM/√2 നേരെ വരയ്ക്കുക. അപ്പൊ ഇവിടെ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നേരെ താഴോട്ട് വരയ്ക്കുക, ഫ്രീക്വൻസിയിലോട്ട് വരയ്ക്കുക. ഫ്രീക്വൻസിയിൽ വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് മെഷർ ചെയ്താൽ നമ്മുടെ ബാൻഡ് വിഡ്ത്ത് കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഫ്രീക്വൻസി, ഇവിടെ ഒരു ഫ്രീക്വൻസി കാണും, ഇവിടെ ഒരു ഫ്രീക്വൻസി കാണും. ഇതിപ്പം ഒരു 50 ഹെഡ്സും ഇത് ഒരു 150 ഹെഡ്സും ആണെന്നിരിക്കട്ടെ. സോ ബാൻഡ് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 150 മൈനസ് 50. 150 അതായത് FU മൈനസ് FL എന്നാണ് വരുന്നത്. ഇത് FU ആണ്, ഇത് FL ആണ്. അപ്പം FU മൈനസ് FL ദാറ്റ് ഈസ് 150 മൈനസ് 50 നമുക്ക് എത്ര കിട്ടും? 100 ആയിരിക്കും ഇവിടെ കിട്ടുന്ന ബാൻഡ് വിഡ്ത്ത്. ഒന്നുകൂടെ പറഞ്ഞു തരാം. നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എ RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇറ്റ് ഇസ് എ പ്ലോട്ട് ബിറ്റ്വീൻ ദ ഫ്രീക്വൻസി ആൻഡ് ഗെയിൻ. X ആക്സിസിൽ ഫ്രീക്വൻസിയും Y ആക്സിസിൽ ഗെയിനുമാണ് കൊടുക്കുന്നത്. അപ്പം നമ്മളിവിടെ വരുന്ന ഫ്രീക്വൻസി ഒരു പർട്ടിക്കുലർ ടൈം വരെ എന്താണ്, നമ്മുടെ ഗെയിൻ ഇൻക്രീസ് ചെയ്യും. എന്നിട്ട് ആ ഗെയിൻ ഇൻക്രീസ് ചെയ്തിട്ട് ഒരു ഫ്രീക്വൻസി ആകുമ്പോഴത്തേക്ക് പിന്നീട് എന്താണ്, ഒരു മിഡ് ഫ്രീക്വൻസി റീജിയനിൽ ഗെയിൻ അങ്ങ് കോൺസ്റ്റന്റ് ആയി പോകും. ദെൻ ഗെയിൻ ഗ്രാജുവലി ഡിക്രീസ് ചെയ്യും. നമ്മൾ ഇവിടുത്തെ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഗെയിൻ മേ ബി ഗിവൺ ആയിരിക്കാം. അപ്പം നമുക്ക് മാക്സിമം ഗെയിൻ കണ്ടുപിടിക്കും 20 log V out by V in. ചിലപ്പം V ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിലെ തരത്തിലുള്ളതായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ഗെയിൻ കണ്ടുപിടിക്കുക AM, ദെൻ AM/√2 RMS വാല്യൂ കണ്ടുപിടിക്കുക, ദെൻ ഒരു ലൈൻ വരയ്ക്കുക. ഈ ലൈൻ വരയ്ക്കുമ്പോൾ ഈ റെസ്പോൺസിൽ ടച്ച് ചെയ്യുന്നിടത്തുനിന്ന് നമ്മൾ നേരെ ഫ്രീക്വൻസിയിലോട്ട് കണക്ട് ചെയ്യുക. അപ്പൊ 2 ഫ്രീക്വൻസി റേഞ്ച് കിട്ടും. ഏതൊക്കെയാ കിട്ടുന്നത്? ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ FL-ഉം FU-യും കിട്ടും. ബാൻഡ് വിഡ്ത്ത് FU മൈനസ് FL എടുക്കുക. നെക്സ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് എഴുതി വെച്ചേക്കുന്നത്, റീഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം ആണ് പറയുന്നത്. അപ്പം ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം വളരെ എളുപ്പമാണ്. ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്, ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം ഒരു കളക്ഷൻ ഓഫ് ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നത്. കളക്ഷൻ ഓഫ് ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഫസ്റ്റ് വരുന്ന ഒരു പ്രൈമറി സെൻസിങ് എലമെന്റ് ആണ്.
ബ്ലോക്ക് ഡയഗ്രാം നോക്കണേ. ഫസ്റ്റ് ഒരു പ്രൈമറി സെൻസിങ് എലമെന്റ് ആണ്, ഇനിഷ്യൽ ട്രാൻസ്ഡ്യൂസർ ആണ്. ഈ പ്രൈമറി സെൻസിങ് എലമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇനിഷ്യൽ ട്രാൻസ്ഡ്യൂസർ ആണ്. ഇതെന്താണ്? ഇറ്റ് ഷുഡ് ബി എ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു പ്രഷർ സെൻസ് ചെയ്തിട്ട് അതിനെ അനലോഗ് സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? ഒന്നുകിൽ ഒരു ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തിനെ സെൻസ് ചെയ്യുന്നു? ഒരു പ്രഷറിനെ സെൻസ് ചെയ്യുന്നു. എന്നിട്ട് ആ സെൻസ് ചെയ്ത അതിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഒരു അനലോഗ് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ പറയുന്നത് ഒരു വേരിയബിൾ കൺവേർഷൻ എലമെന്റ് ആണ്. ഈ വേരിയബിൾ കൺവേർഷൻ എലമെന്റ് പ്രൈമറി സെൻസിങ് എലമെന്റിനെ ഔട്ട്പുട്ടിനെ സ്യൂട്ടബിൾ ആയ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്, ഒരു സ്യൂട്ടബിൾ ഫോം ഓഫ് ഇൻഫർമേഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വേരിയബിൾ കൺവേർഷൻ എലമെന്റ് യൂസ് ചെയ്യുന്നത്. അതായത് മാറ്റം ഒന്നും വരാതെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻപുട്ടിന് മാറ്റം ഒന്നും വരാതെ നമുക്ക് വേണ്ട ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇതൊരു സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വേരിയബിൾ മാനിപ്പുലേറ്റിംഗ് എലമെന്റ് ആണ് പറയുന്നത്. കിട്ടിയിരിക്കുന്ന സിഗ്നലിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ഒരു ഡേറ്റ ട്രാൻസ്മിഷൻ എലമെന്റ് ആണ്. ഡേറ്റ ട്രാൻസ്മിഷൻ എലമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ബേസിക്കലി ഒരു ചാനലിന്റെ ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. അതായത് ഈ വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റും ഡേറ്റ പ്രസന്റേഷൻ ഓർ കൺട്രോളിംഗിന്റെയും ഇടയിൽ വരുന്ന ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആണ്. ഒരു ചാനൽ എന്താണോ അതിന്റെ ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റ് ആൻഡ് കൺട്രോൾ എലമെന്റ്. ഇതൊരു റിസീവർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. എന്താണോ റിസീവർ ചെയ്യുന്നത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെ റിസീവ് ചെയ്യുന്നു, അതാണ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ലാസ്റ്റ് പോർഷൻ ഒന്ന് ഓടിച്ച് പറഞ്ഞത്. ഒന്നുകൂടെ ഒന്ന് നോക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്ന് പഠിപ്പിച്ച പോർഷനിൽ? മനസ്സിലായിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ എന്റെ നമ്പർ നോട്ട് ചെയ്തോളൂ. 812927 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. വാട്സപ്പിൽ ചോദിച്ചാൽ മതി, റിപ്ലൈ ചെയ്യാം. നമ്പർ കിട്ടിയോ? അപ്പം നമ്മൾ പഠിച്ച പോർഷൻ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഒന്ന് ജസ്റ്റ് സിലബസ് വെച്ചൊന്ന് പറഞ്ഞു തരാം. റെക്ടിഫയർ പറഞ്ഞു, പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രാം പറഞ്ഞു, ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് ഓരോ സ്റ്റേജുകളും പഠിച്ചിരിക്കുക. ഈ നോട്ട്സ് തന്നെ ഫോളോ ചെയ്താൽ മതി, ഈ PPT തന്നെ ഫോളോ ചെയ്താൽ മതി. ഇതിനകത്തുള്ളത് മാത്രമേ ചോദിക്കുള്ളൂ. റെക്ടിഫയർ, പവർ സപ്ലൈ, ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ ബ്രിഡ്ജ് റെക്ടിഫയർ എന്താന്ന് പഠിച്ചു. ഈ റെക്ടിഫയേഴ്സിന്റെ ഒരു കമ്പാരിസൺ പഠിച്ചു. കപ്പാസിറ്റർ ഫിൽട്ടർ എന്താണെന്ന് പറഞ്ഞു. വർക്കിംഗ് ഓഫ് എ സെനർ വോൾട്ടേജ് റെഗുലേറ്റർ പഠിച്ചു. സെനർ ഡയോഡ് എന്താണ്? റിവേഴ്സ് ബയസിൽ വർക്ക് ചെയ്യുന്നതാണ്. അതെങ്ങനെയാണ് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പഠിച്ചു. പിന്നെ ആംപ്ലിഫയർ പറഞ്ഞു. ഈ ആംപ്ലിഫയർ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എവിടെ തുടങ്ങിയത്? നമ്മൾ ബയാസിങ് പറഞ്ഞു. പിന്നെ അതേപോലെ എന്ത് പറഞ്ഞു? ബയാസിങ് കഴിഞ്ഞിട്ട് ആംപ്ലിഫയർ ആയിട്ട് എങ്ങനെയാണ് ട്രാൻസിസ്റ്റർ ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ RC കപ്പിൾഡ് ആംപ്ലിഫയർ പറഞ്ഞു. അതിനിടയിലായിട്ട് നമ്മൾ ഒരു പബ്ലിക് അഡ്രസ് സിസ്റ്റം പഠിച്ചു. പിന്നെ വോൾട്ടേജ് ഡിവൈഡർ ബയസ്. പിന്നെ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിൽ നമ്മൾ എന്താണ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം, അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചു. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.